All right, welcome back. Good morning. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ മെഡിറ്റേഷൻ സെഷൻ കഴിഞ്ഞു അല്ലേ? നമ്മൾ നല്ല രീതിയിൽ ഒരു ഗോൾ മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ ചെയ്തു. ശരത് റെഡിയാണല്ലോ അല്ലേ? എന്നെ ഒന്ന് സ്പോട്ട് ലൈറ്റിലേക്ക് ഞാൻ സ്പോട്ട് ലൈറ്റ്, വെരി ഗുഡ്. സോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ടീം മെമ്പേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മെഡിറ്റേഷനും കാര്യങ്ങളുമായിട്ട് വന്നു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം ഗോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന വിഷയമാണ്. ഓക്കെ, ഗോൾ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിങ് ഗോൾസ് ഇൻ ലൈഫ്, ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആർ യു റെഡി? ഇഫ് യു ആർ റെഡി, ജസ്റ്റ് താങ്ക് യു സോ മച്ച്. അഫ്സ, ഇന്നത്തെ മെഡിറ്റേഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയണമെന്നുണ്ടെങ്കിൽ പറയാം. ഹൗ വാസ് ദ മെഡിറ്റേഷൻ? താങ്ക് യു അഫ്സ, താങ്ക് യു സോ മച്ച്. Meditation was fire. Okay, Sauda Shawul. Okay, very good. Thank you. RK, thank you so much. Thank you, RK. So നമ്മുടെ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു മെഡിറ്റേഷൻ സർവീസ്, നമ്മുടെ ടീം നിങ്ങളെ ശരത് എന്ന് പറഞ്ഞിട്ടുള്ള ടീം മെമ്പറാണ് ഇപ്പോൾ മെഡിറ്റേഷൻ ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ശരത്തിന് പ്രത്യേകം താങ്ക്സ് പറയണം. താങ്ക് യു ശരത് എന്ന് പ്രത്യേകം എന്ത് ചെയ്യുക, എനിക്കല്ല ശരത്തിന് എന്ത് ചെയ്യുക, പ്രത്യേകം ഒരു താങ്ക്സ് പറയാം എടാ. He's helping you with everything. Okay. Okay. Yes. Thank you, Sharath. Thank you so much. ശരത്തിനുള്ള കമന്റ്സ് വരുന്നുണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു ശരത്. ഓക്കെ, വെരി ഗുഡ്. All right. So thank you so much. He's coordinating everything. Okay. He's helping me here. He's supporting me here. So he's coordinating everything. So he's a very good guy. വളരെ നല്ല രീതിയിൽ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യണമെന്നും നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ജെനുവിനായിട്ട് ആഗ്രഹിച്ചിട്ട് എൻ്റെ കൂടെ വർഷങ്ങൾക്ക് മുമ്പേ കൂടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ വീണ്ടും കുറച്ച് ബ്രേക്ക്, ഒരു വേറെ 1-2 പ്രൊജക്റ്റുകളുമായിട്ട് അദ്ദേഹം തിരക്കിലായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മുടെ കൂടെ വന്നിരിക്കുകയാണ്. സോ സുമിത്ര രാജീവ്, ഓക്കെ, താങ്ക് യു എവറി വൺ ഫോർ വിഷിംഗ് ശരത്. ഓക്കെ, ഓൾറൈറ്റ്. സോ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ നമ്മളുടെ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു, ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇനി ഇന്നത്തെ ഇന്നത്തെ ക്ലാസ്സിന്, അതായത് ഇമ്പോർട്ടൻസ് ഓഫ് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്ന വിഷയത്തിന് നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ RE എന്ന് കമന്റ് ചെയ്യും. ജസ്റ്റ് കമന്റ് ഡൗൺ RE. ഓക്കെ, ജസ്റ്റ് കമന്റ് ഡൗൺ RE. ജസ്റ്റ് കമന്റ് ഡൗൺ RE. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഗോൾ സെറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻ്റ് എന്താ, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് അധികം ആൾക്കാർക്കും അറിയാം എന്താണ് ഗോൾ, അല്ലെങ്കിൽ ഗോൾ എങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പലർക്കും പല നോളജും ഉണ്ട്. ലൈഫിൽ എപ്പോഴും എന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫിൽ എപ്പോഴും ഒരു പർപ്പസ് അല്ലെങ്കിൽ ഒരു ഗോൾ, ഒരു ലക്ഷ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം പലപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന സ്റ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഡൗൺ ആയി പോകുന്ന സ്റ്റേജ് ഉണ്ട്. പലപ്പോഴും നമ്മൾ ഒരു ക്ലാരിറ്റി ഇല്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ ടേക്ക് എ ബുക്ക്, ഒരു ബുക്കും ഒരു പേനയും എടുത്തിട്ട് നിങ്ങൾ ഇരുന്നിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, ഏതൊരു കാര്യത്തിൽ, ഏതൊരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും നമ്മുടെ ഉദ്ദേശം എന്താ, എല്ലാത്തിലും ഒരു ഗോൾ ഉണ്ടാവുക എന്ന് പറയും. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും ഒരു നിയത്ത് ഉണ്ടാവുക എന്ന് പറയും. അതാണ് ഗോൾ. എന്താണ് എനിക്ക് വേണ്ടത്, ഇതിൽ നിന്ന് എനിക്ക് എന്താണ് ഉണ്ടാക്കിയെടുക്കുന്നത്, ഇതിൽ നിന്ന് എന്താണ് എനിക്ക് നേടിയെടുക്കുക. ഇപ്പൊ ഒരാളുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അയാളുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, ഇതിൽ നിന്ന് എനിക്ക് എന്താണ്. അയാളുമായിട്ട് വഴക്ക് കൂടിയിട്ട് ആ ബന്ധം വഷളാവുകയാണോ വേണ്ടത്? അതല്ല, എനിക്ക് അതിൽ നിന്ന് എന്തെങ്കിലും നല്ല അറിവാവട്ടെ, അല്ലെങ്കിൽ ഈ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, നല്ല രീതിയിൽ വീണ്ടും റിലേഷൻഷിപ്പ് ഉഷാറായിട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള ഒരു ഉദ്ദേശമാണ് നമ്മുടെ ഉള്ളിലുള്ളത് എങ്കിൽ
സ്വാഭാവികമായിട്ടും നമുക്ക് എന്തുണ്ടാകും? നമ്മളുടെ അവിടെ ഒരു ഗോള് ക്ലിയർ ആണ്. ക്ലിയർ ആയതോട് കൂടിയിട്ട് നമ്മുടെ പെരുമാറ്റം നന്നാവും. ഏതൊരു പ്രവൃത്തിയിലും ഗോൾ ഉണ്ടെങ്കിൽ, ഒരു നല്ല മഹത്തായ ഒരു ഗോൾ ഉണ്ട് എങ്കിൽ, മഹത്തായ ഒരു ഉദ്ദേശമുണ്ട് എങ്കിൽ, നന്മ നിറഞ്ഞിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട് എങ്കിൽ, അവിടെ നമ്മളുടെ പ്രവർത്തന രീതി, പെരുമാറ്റം, നമ്മുടെ ജീവിതം, നമ്മുടെ ശൈലി, നമ്മുടെ സ്വഭാവം എല്ലാം മാറും. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അധികം ആൾക്കാരും നമ്മുടെ ഗോള് മറന്നു പോകും, നമ്മുടെ ഉദ്ദേശശുദ്ധി മറന്നു പോവുകയാണ്. അല്ലെങ്കിൽ ഒരു ഉദ്ദേശശുദ്ധി സെറ്റ് ചെയ്തിട്ടില്ല, ഒരു ക്രിസ്റ്റൽ ക്ലിയർ ഉദ്ദേശശുദ്ധി സെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ലൈഫ് നമ്മളുടെ കയ്യിലല്ലാതെ, നിയന്ത്രണത്തിലല്ലാതെ പാളിപ്പോകുന്ന, പതറിപ്പോകുന്ന, കൺഫ്യൂസ്ഡ് ആയി പോകുന്ന, ക്ലാരിറ്റി ഇല്ലാതെ അഡിക്റ്റ് ആയി പോകുന്ന, സമയം പാഴായി പോകുന്ന അവസ്ഥകളിലേക്ക് പോകുന്നു. അസോർണോ? രാവിലെ എണീറ്റിട്ട് വളരെ വ്യക്തമായിട്ട് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ എൻ്റെ ലൈഫ് എനിക്ക് ഇന്നതാണ്, അതായത് എൻ്റെ ലൈഫ്, എൻ്റെ കുടുംബം, എൻ്റെ മക്കള്, അവരുടെ ഒരു ഭാവി ജീവിതം, എൻ്റെ ഉത്തരവാദിത്തങ്ങള്, എൻ്റെ മാസത്തിൽ എനിക്ക് ഇത്രയുള്ള ബാധ്യതകള്, കാര്യങ്ങള്, ചെലവുകള്, എൻ്റെ കടമകള്, ആ കാര്യങ്ങളിലേക്ക് അത് നിറവേറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നീ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്, ഈ രൂപത്തിൽ ഞാൻ ജീവിക്കേണ്ടതുണ്ട്, ഈ രൂപത്തിൽ ഞാൻ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്കുണ്ട് എങ്കിൽ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ അതിനെക്കുറിച്ച് ആ ഒരു അവയർനെസ്, ഇതാണ് എനിക്ക് വേണ്ടത്, ഇതാണ് ഞാൻ ചെയ്യേണ്ടത്, ഇതാണ് ഞാൻ സൃഷ്ടിക്കേണ്ടത് എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു അവയർനെസ്, ഒരു ക്ലാരിറ്റി നമ്മളുടെ ഉള്ളിലുണ്ട് എങ്കിൽ എന്ത് സംഭവിക്കാം? സ്വാഭാവികമായിട്ടും ആ ക്ലാരിറ്റി ഉണ്ട് എങ്കിൽ നമ്മൾ അതേ ട്രാക്കിൽ കാര്യങ്ങൾ ചെയ്തു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. സോർണോ, ഡു യു അഗ്രി വിത്ത് മീ? സോ ഗോൾ സെറ്റ് ആക്കണം. ലൈക്ക് നമ്മുടെ ലൈഫിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് എപ്പോഴും ഉണ്ടാവണം. സോ വാട്ട് ഈസ് ഗോൾ സെറ്റിംഗ്? എന്താണ് ഗോൾ സെറ്റിംഗ്? നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഗോൾ സെറ്റിംഗ് എന്താണ്? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ. A goal is an idea of the future or desired result that a person or a group of people envision, plan and commit to achieve. അതായത് ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഭാവിയെ കുറിച്ചിട്ടുള്ള ഒരു ആശയമാണ്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഡിസൈർഡ് റിസൾട്ടാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫലം, നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു ഫലം. ദാറ്റ് എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എൻവിഷൻ, ഒരു കൂട്ടം വ്യക്തികളോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ മനസ്സിൽ കാണുന്ന, എൻവിഷൻ ചെയ്യുന്ന, എന്നിട്ട് അതിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മിറ്റഡ് ആയിട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങുന്ന ഒരു പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആശയത്തെയാണ് എന്ത് പറയുന്നത്? ഗോൾ എന്ന് പറയുന്നത്. ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഐഡിയ ഓഫ് ദ ഫ്യൂച്ചർ ആണ്. ഇറ്റ് ഈസ് എൻ ഐഡിയ ഓഫ് ദ ഫ്യൂച്ചർ. ആശയമാണ് ഭാവിയെ കുറിച്ചുള്ള. ഇന്ന് എനിക്ക് എന്തുണ്ട് എന്നുള്ളതിനെക്കാട്ടിലും നാളെ എനിക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യണം, നാളെ എനിക്ക് എന്തെല്ലാം ഫുൾഫില്ല് ചെയ്യണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോ ഇറങ്ങിത്തിരിക്കുന്ന, എന്നിട്ട് അതിനു വേണ്ടിയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രോസസ്സിന് പറയുന്നവരാണ് ഗോൾ. മനസ്സിലാവുന്നുണ്ടോ? And it is also a process of deciding what you want to achieve in your life. നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത് സൂപ്പർ ഫോക്കസ്ഡ് ആയിട്ട് ഒരു ക്യാമറാമാൻ ക്യാമറയിലൂടെ നോക്കിയിട്ട് എവിടെ ഏതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഏത് പിക്ചർ ക്ലിക്ക് ചെയ്യണം, ഏത് ഒബ്ജക്റ്റിനെ നോക്കിയിട്ട് ക്ലിക്ക് ചെയ്യണം, ഫോട്ടോ എടുക്കണം എന്ന് തീരുമാനിക്കുന്ന ഫോക്കസ് കറക്റ്റ് ചെയ്യുന്നത് പോലെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. അതിൽ നിന്നെല്ലാം മാറിയിട്ട് 4 5 അല്ലെങ്കിൽ 8 9 10 കാര്യങ്ങളിലേക്ക്, വെറും 10ൽ താഴെ കാര്യങ്ങളിലേക്ക് നമ്മളുടെ ലൈഫിനെ
ചുരുക്കിയെടുക്കുന്ന, ഫോക്കസ് ചുരുക്കിയിട്ട് അതിലേക്ക് അത് ലക്ഷ്യമാക്കി അത് ഇമ്പോർട്ടൻ്റ് ആക്കി അത് എനിക്ക് അച്ചീവ് ചെയ്യണം, എൻ്റെ സമയം, എൻ്റെ പ്രവൃത്തി, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നതാണ് എന്നുള്ള രീതിയിൽ എൻ്റെ എനർജി ആയിക്കോട്ടെ, എൻ്റെ പണമായിക്കോട്ടെ, എൻ്റെ സമയമായിക്കോട്ടെ, എൻ്റെ എഫേർട്ട് ആയിക്കോട്ടെ, എൻ്റെ ടൈം ആയിക്കോട്ടെ, ഇതെല്ലാം ഞാൻ അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു എന്ന് തീരുമാനിച്ചിട്ട് അതിലേക്ക് ഫോക്കസ് കൊടുക്കുന്ന ഒരു സംഗതിയാണ് ഡിസൈഡിങ് വാട്ട് യു വാണ്ട് ടു അച്ചീവ് ഇൻ ലൈഫ്. എന്താണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത്, അതിലേക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യലാണ്. ഹാവ് യു ഡൺ ദാറ്റ്? ചോദ്യം ഇതാണ്, നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടോ? ഒരു കാര്യം കൂടി പറയാം. ഡു യു ഹാവ് എ റിട്ടൺ ഗോൾ? നിങ്ങൾക്കൊരു റിട്ടൺ ഗോൾ ഉണ്ടോ? എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഗോൾ ഉണ്ടോ? ലോകത്തുള്ളതിൽ 90% ആൾക്കാർക്കും ഗോളില്ല, ഗോളിനെ കുറിച്ച് ധാരണയില്ല എന്ന് പറയും. ലക്ഷ്യമില്ല, എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ച് ലക്ഷ്യമില്ല, ആഗ്രഹങ്ങൾ ചുമ്മാ. അപ്പൊ ആ ലക്ഷ്യമില്ല. എന്നാൽ 10% ആൾക്കാർക്ക് ലക്ഷ്യമുണ്ട്. അതിൽ 3% ആൾക്കാർ മാത്രമാണ് അത് എഴുതി വെച്ചിട്ടുള്ളതെന്ന് പറയും. എഴുതി വെക്കുന്നവർ വളരെ കുറവാണ്. എഴുതി വെച്ചിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഗോളുണ്ടോ? എനിക്ക് വേണ്ടത് ഇതാണ്, എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടത്, എൻ്റെ ഐഡിയൽ ലൈഫ് ഇതാണ്, എൻ്റെ പെർഫെക്റ്റ് ഡേ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ഒരു സംഗതിയാണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി. എൻ്റെ ലൈഫ് ഇങ്ങനെയാണോ? അതായത് ഒരുപാട് കാറ് വേണം, വാഹനങ്ങൾ വേണം, വീട് വേണം എന്നുള്ള വലിയ ഗോള് എന്നുള്ളത് മാത്രം അങ്ങനെയൊന്നുമല്ല. അതാണെങ്കിൽ അതല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇതാണ്, ഇത്ര മതി, എനിക്ക് ഇങ്ങനെ മതി, എനിക്ക് ഇങ്ങനെ എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കള്, എൻ്റെ ഫാമിലി, എനിക്ക് ഇടയ്ക്കൊരു യാത്ര പോകണം, എനിക്കൊരു ചെറിയ വീട് വേണം, എനിക്കൊരു ചെറിയൊരു കാറ് വേണം, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, അവരുടെ മറ്റുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ചെയ്യാൻ കഴിയണം, എനിക്ക് നല്ല മതപരമായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ, കർമ്മങ്ങൾ ചെയ്യാൻ കഴിയണം, തീർത്ഥയാത്ര നടത്താൻ കഴിയണം, വട്ട് എവർ ഇറ്റ് ഈസ്, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കണം. ഇങ്ങനെ എന്ത് ചെറുതാണെന്നുണ്ടെങ്കിലും, ചെറുതെന്നുള്ള ഞാൻ പറയുന്നില്ല, എത്ര സ്പെഷ്യൽ ആയിട്ടുള്ള വിചിത്രമായിട്ടുള്ളതായിക്കോട്ടെ, നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളുടെ ചെറുതോ വലുതോ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നതായിക്കോട്ടെ, ഹാവ് യു റിട്ടേൺ റിട്ടേൺ ഇറ്റ്? നിങ്ങൾ അത് എഴുതിയിട്ടുണ്ടോ? ഐ ആം ആസ്കിങ് എ ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾ അത് എഴുതിയിട്ടുണ്ടോ? ഹലോ, ഒന്ന് വീഡിയോയിൽ വരാവോ? ആർ യു റെഡി? ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഷ്ടപ്പെട്ടു പോകാം അല്ലെങ്കിൽ കഷ്ടപ്പെട്ടു പോകാം. ഏതാ വേണ്ടേ? ഇഷ്ടപ്പെട്ടു പോകണോ, കഷ്ടപ്പെട്ടു പോകണോ? ആക്റ്റീവായിട്ട് നല്ല രീതിയിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നല്ല രീതിയിലേക്ക്. ഓക്കെ, ഹായ് ജാസ്മിൻ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഓക്കെ, ബീയിങ് ഇൻ വീഡിയോയിൽ വരുന്നതിന് താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടു പോകണം. ഇഷ്ടപ്പെട്ടു പോയി. എൻ്റെ ചോദ്യം ഇതാണ്, ഹാവ് യു റിട്ടേൺ ഇറ്റ്? നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുള്ള ആൾക്കാർ എത്ര പേരുണ്ട്? ഒന്ന് കമന്റ് ചെയ്തേ. എഴുതാത്തവരുണ്ടാവും, സത്യസന്ധമായിട്ട് കമന്റ് ചെയ്തേ. എനിക്ക് ഇപ്പോഴും എഴുതാൻ അറിയില്ല, അല്ലെങ്കിൽ ഞാൻ എഴുതിയിട്ടില്ല, ഞാനത് മനസ്സിലിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ട്. ജാസ്മിൻ സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞു, നോട്ട് യെറ്റ്, എഴുതിയിട്ടില്ല. വെരി ഗുഡ്, താങ്ക് യു. മൊയ്നുദ്ദീൻ പറയുന്നു കഴിഞ്ഞിട്ടില്ല, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമുക്ക് നോക്കാം എങ്ങനെ എഴുതേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എഴുതിയിട്ടില്ല. റുമൈസ പറയുന്നു എഴുതിയിട്ടില്ല. അപ്പൊ നമുക്കൊരു ക്ലാരിറ്റി ആദ്യമേ ഇല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ കുറെ ആൾക്കാർ എഴുതിയിട്ടില്ല. അബ്ദുള്ള പറയുന്നു എഴുതിയിട്ടില്ല. എഴുതിയിട്ടുണ്ട്, ക്ലാരിറ്റി കുറവാണ്. ഇസ്ര ബേബി പറയുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഇങ്ങനെയുള്ള സെഷൻ കേൾക്കുമ്പോഴാണ്, ജാസി പറയുന്നത് എന്താണ്, കേൾക്കുമ്പോൾ എഴുതും ബട്ട് നോട്ട് ക്ലാരിറ്റി ഇല്ലാത്ത പോലെയാണ്. ഓക്കെ, അതായത് കൺഫ്യൂസ്ഡ് ആണ്. എഴുതിയിട്ടുണ്ട്, ഗോൾസ് ഉണ്ട്, ബട്ട് നമുക്കത് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ നോട്ട് ഇറ്റ് പ്ലാൻഡ്. ഗോൾസ് ഉണ്ട്, പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നില്ല, നോട്ട് യെറ്റ് പ്ലാൻഡ്. ഇതേപോലെ കുറെ കാര്യങ്ങളുണ്ട്. ഗോൾസ് ഉണ്ട്, പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നില്ല,
വേറെ പലർക്കും പല പല സംഗതികളായിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഗോൾസ് നമ്മൾ ആദ്യം വളരെ വ്യക്തമായിട്ട് എഴുതി വെക്കണം. എഴുതി വെക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്ത ഒരു പോയിന്റ്, സെപ്പറേറ്റിംഗ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫ്രം വാട്ട് ഈസ് ഇറലവൻറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഇമ്പോർട്ടൻറ്റ്, എന്ത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കലാണ്. ഓർ ഡിസ്ട്രാക്ഷൻ, ഇന്നതൊക്കെ ഡിസ്ട്രാക്ഷൻ ആണ്, ഇന്നതൊക്കെ എനിക്ക് വേണ്ടാത്തതാണ്. ആ സൗഹൃദ ബന്ധം നിങ്ങളോട് ചോദിക്കുക, ഏത് പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ചോദിക്കുക, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ലൈഫ് ഉണ്ടല്ലോ, ആ ഒരു ഫ്യൂച്ചർ ഉണ്ടല്ലോ, അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം? രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത്, നിങ്ങളുടെ പ്രസന്റ് ലൈഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണോ? പാസ്റ്റിലേക്ക് എന്തായാലും കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. പ്രസന്റ് ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോഴാണ് നമ്മൾ ജീവിക്കുന്നത്. ഭാവി എന്ന് പറയുന്നത് വന്നിട്ടില്ല. ഭാവിയിലേക്ക് വേണ്ടി ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. ആ ഒരുക്കത്തിന് വേണ്ടിയിട്ട് ഭാവി എന്ന് പറയുന്ന ലൈഫ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലൈഫിലേക്ക് വേണ്ടിയുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എഴുതി വെച്ചു, ഗോളിലേക്ക് എഴുതി വെച്ചു. പക്ഷെ നിങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് ലൈഫിലേക്കും ഭാവിയിലേക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ലൈഫിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിലാണോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റികളിലാണോ നിങ്ങൾ ഇൻവോൾവ്ഡ് ആയിരിക്കുന്നത് എന്നുള്ളത് എപ്പോഴും നിങ്ങൾ ചോദിക്കണം. നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലാണോ? അതായത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലാണോ? നിങ്ങളുടെ ലൈഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, നിങ്ങളുടെ ലൈഫ് ഭാവി ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ആ സംഗതിയിലേക്ക് സഹായിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത്? ചിലപ്പോൾ ഭാവിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തോളുന്നില്ല, പക്ഷെ പ്രസന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതെങ്ങനെയാ? ഹാപ്പിനെസ് തരുന്നുണ്ടാകും, ഒരു മനസ്സിനൊരു സമാധാനം നൽകുന്നുണ്ടാകും. ചില സമയത്ത് നമുക്കത് വേണം. കണ്ടിന്യൂസ് ആയിട്ട് ഫ്യൂച്ചർ എന്ന് ചിന്തിച്ചിട്ട് പോയിട്ട് നമുക്ക് പ്രസന്റിലെ ലൈഫ് നഷ്ടപ്പെടരുത്. പ്രസന്റിൽ ചിലപ്പോൾ നമുക്ക് തെറാപ്പിയുടെ ചില സൗഹൃദ ബന്ധങ്ങൾ നമുക്ക് തെറാപ്പിയാണ്. ചില സൗഹൃദ ബന്ധങ്ങൾ നമുക്ക് ആവശ്യമാണ്. ചില നന്മകൾ നമ്മൾ ചെയ്തേ പറ്റൂ. ചില യാത്രകൾ നമ്മൾ ചെയ്തേ പറ്റൂ. ചില വ്യക്തികളെ പോയിട്ട് മീറ്റ് ചെയ്തേ പറ്റൂ. ചില വ്യക്തികളെ സഹായിച്ചേ പറ്റൂ. ചില പ്രവർത്തികൾ ചിലപ്പോൾ നമുക്ക് ഭാവിയിലേക്ക് ചിലപ്പോൾ ഗുണം ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മാനസികാവസ്ഥയ്ക്ക് നമ്മൾ കൊണ്ടു നടന്നേ പറ്റൂ. നല്ല ബന്ധങ്ങൾ ചിലപ്പോൾ നമുക്ക് വേണ്ടി വരും. ബന്ധുക്കളെ വിസിറ്റ് ചെയ്യേണ്ടി വരും. ഭാവിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല, പക്ഷെ ആ ബന്ധുക്കളെ വിസിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന, മനസ്സിന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരു സമാധാനമുണ്ട്, ഒരു സുഖമുണ്ട്. ഇതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ, അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, വാട്ട് ഈസ് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കുന്ന, നിങ്ങളെ നശിപ്പിക്കുന്ന, നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? എന്തെല്ലാം നിങ്ങൾ നിർത്തണം, എന്തെല്ലാം നിങ്ങൾ വേണ്ടെന്ന് വെക്കണം എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്യുന്ന, വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് വാട്ട് ഈസ് ഇറലവൻറ്റ്. നിങ്ങളുടെ ലൈഫിൽ എന്ത് റെലവൻ്റ് ആണ്, എന്ത് പ്രസക്തമല്ല, ഇതെനിക്ക് ആവശ്യമില്ല, ഇതെന്നെ നശിപ്പിക്കുന്നതാണ് എന്ന് തിരിച്ചറിയുന്ന പ്രോസസ്സാണ് എന്ത്? ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പൊ ഫോക്കസ് കൊടുക്കുക, വളരെ വ്യക്തമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഫോക്കസ് കൊടുക്കുക. ആൻഡ് വൈ യു ഷുഡ് സെറ്റ് ഗോൾ. അടുത്ത ചോദ്യം ഇതാണ്, എന്തിന് നിങ്ങൾ ഗോളുകൾ സെറ്റ് ചെയ്യണം? ഗോളുകൾ സെറ്റ് ചെയ്താലുള്ള ഗുണം എന്താണ്? ഇതിനെക്കുറിച്ച് അധികം ആൾക്കാരും അറിയാത്തത് കൊണ്ടാണ് അധികം ആൾക്കാരും ഗോൾ സെറ്റ് ചെയ്യാത്തത്. അപ്പൊ നിങ്ങളെ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്രേരിപ്പിക്കുകയാണ്. ഐ വാണ്ട് യു ടു സെറ്റ് ഗോൾസ്. വൈ? ബിക്കോസ് എന്തിനാണ് ഗോൾ സെറ്റ് ചെയ്യേണ്ടത്? എന്തിനാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ, ടു ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിന്റെ കൺട്രോൾ തിരിച്ചു പിടിക്കാനാണ് എന്ത് ചെയ്യേണ്ടത്? ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന 20-ാം തീയതി മുതൽ നടക്കാൻ പോകുന്ന ബീറ്റ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ, അതായത് മടി മാറാനും നിങ്ങളുടെ നീട്ടിവെക്കുന്ന സ്വഭാവമൊക്കെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന വെറും 499 രൂപയുള്ള പ്രോഗ്രാമിൽ നമ്മൾ പഠിപ്പിക്കുന്ന, ഇൻഡെപ്തിലി ഗോൾ സെറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അധികം അതിൽ രജിസ്റ്റർ ചെയ്യാം. വെറും 499 രൂപയുള്ളൂ. അതിന്റെ പേയ്മെന്റ് അടക്കാനുള്ള നമ്പർ എന്ന് പറയുന്നത് 8086880775 എന്ന് പറഞ്ഞ നമ്പറാണ്. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പേയ്മെന്റ് അയക്കാം. ഇന്നുകൂടെയാണ് അവസരമുള്ളത്. 2 days നമ്മൾ നൽകിയിരിക്കുന്നത്. അപ്പൊ ഇന്ന് രാത്രി 10 മണിക്കുള്ളിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? അത് രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ആ ഏർലി ബേർഡ് ഓഫർ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ 899 ആയിരിക്കും കോഴ്സിന്റെ ഫീ വരുന്നത്. സോ ലൈക്ക് ബുക്ക്
as soon as possible. Okay. So take control of your life. നിങ്ങളുടെ ലൈഫിന്റെ കൺട്രോൾ തിരിച്ച് പിടിക്കുക എന്നുള്ളതാണ് ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ഗോൾ സെറ്റിംഗ് സംഗതിയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിന്റെ കൺട്രോൾ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യു ഹാവ് ടു സെറ്റ് ഗോൾസ്. ഗോളുകൾ ഇല്ലാത്ത ഒരാൾക്ക് കൺട്രോൾ ഉണ്ടാവില്ല. ഗോൾ ഇല്ലാത്ത ഒരാൾ എന്ത് ചെയ്യണം? റിയാക്റ്റീവ് ലൈഫിലാണ്. അയാൾ ജീവിക്കുന്നത് എവിടെയാണ്? റിയാക്ഷൻസിലാണ്. ശരിയാണോ? അയാൾ റിയാക്റ്റീവ് ലൈഫല്ലേ ജീവിക്കുന്നത്. അയാൾ ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്ത് തീരുമാനിക്കുന്നു, ചുറ്റുപാടുകൾ എന്ത് തീരുമാനിക്കുന്നു, അയാളുടെ കമ്പനി എന്ത് തീരുമാനിക്കുന്നു. നമുക്കൊരു വ്യക്തമായ ഗോൾ ഉണ്ടാകുമ്പോൾ, നിങ്ങളൊരു സ്ഥാപനത്തിൽ പോയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ നിങ്ങളുടെ സാലറി, നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ ശമ്പളം തീരുമാനിക്കുന്നത് ആ കമ്പനിയാണ്. നിങ്ങളുടെ സമയം അവരുടെ കൺട്രോളിലാണ്. പക്ഷെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ട്, ഗോളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് വർക്ക് ചെയ്യുമ്പോൾ കമ്പനിക്ക് വേണ്ടിയിട്ടല്ല വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാണ്, നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാണ്. നിങ്ങളുടെ ലൈഫ് ഇന്നല്ലെങ്കിൽ നാളെ കറക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ആ ഒരു കൺട്രോള് നിങ്ങളാണ് പിന്നെ അവിടെ കാര്യങ്ങൾ ചെയ്തത്. നിങ്ങൾ ആ ലൈഫിന്റെ കൺട്രോൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. യു ആർ ഇൻ കൺട്രോൾ. നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഗോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തലേ ദിവസം നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നാളെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ അച്ചീവ്മെന്റ് ലിസ്റ്റ് എഴുതിയിട്ട് നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ അതിരാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ മുൻപിൽ എന്തുണ്ട്? വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ട്. അന്നത്തെ ദിവസത്തെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അന്ന് രാവിലെ എന്താ ചെയ്യുന്നത്? ഫോണിൽ സോഷ്യൽ മീഡിയയിൽ നോക്കും, ഫോണിൽ അത് ചെക്ക് ചെയ്യും, ആ സംഗതികൾ കാര്യങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മളുടെ ടൈം വേസ്റ്റ് ആയി പോകും. യെസ്. നമ്മൾ കൂടുതൽ സമയം കിടന്നുറങ്ങും, കൂടുതൽ സമയം റിലാക്സ് ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യും. സോ ദെൻ വാട്ട് ഹാപ്പൻസ്? വി ലൂസ് അവർ കൺട്രോൾ ഓഫ് അവർ ലൈഫ്. സോ നമ്പർ 1 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്? വൈ വി ഷുഡ് സെറ്റ് ഗോൾ? ടു ടേക്ക് ബാക്ക് ദ കൺട്രോൾ ഓഫ് അവർ ലൈഫ്. ഡു യു അഗ്രി വിത്ത് മീ? ഇസ് ഇറ്റ് ക്ലിയർ? Just comment down. Is it clear? Is it important? Yes? Hello? Yes? Yes. Yes, sir. Yes, just comment down. Just comment down. Just comment down. I want you to comment. I want you to comment. Yes, take back the control. So, നിങ്ങൾ ഗോളുകൾ എഴുതും. നിങ്ങൾ എല്ലാ ദിവസവും ഗോളുകൾ എഴുതും. എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് അന്നത്തെ ഗോളുകൾ എഴുതുക. എല്ലാ ദിവസവും എഴുതാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കണ്ട, വിഷമിക്കണ്ട, ഡൗൺ ആവണ്ട. ഇറ്റ്സ് ഓക്കെ. സംടൈംസ് വി മിസ് ഇറ്റ്. ബട്ട് പരമാവധി എന്ത് ചെയ്യുക? എല്ലാ ദിവസവും രാത്രി എന്ത് ചെയ്യുക? നാളെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഗോൾ എഴുതുക. സോ യു ഹാവ് കൺട്രോൾ ഫോർ ദ നെക്സ്റ്റ് ഡേ, 1 day at a time. എൻ്റെ ലൈഫിന്റെ കൺട്രോൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട, ശ്രമിക്കേണ്ട. യു വിൽ നോട്ട് ഗെറ്റ് ഇറ്റ്. പല കാര്യങ്ങളും സംഭവിച്ചു. ബട്ട് യു ക്യാൻ കൺട്രോൾ 1 day. ഒരു ദിവസം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചൂടെ? എൻ്റയർ ഗോളൊക്കെ എഴുതി വെക്കാം. അത് നമ്മൾ പഠിപ്പിക്കാം. കോഴ്സിലേക്ക് വന്നോളൂ, നമ്മളെ പഠിപ്പിക്കാം, ഡെപ്തിൽ പഠിപ്പിക്കാം. ബട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ആ ഗോളുകളൊക്കെ എഴുതി വെച്ചതിന് പുറമെ അത് അവിടെ വേണം, ആ ക്ലാരിറ്റി വേണം. അതിലേക്ക് വേണ്ടിയിട്ട് ഇന്ന് എന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യണം, തലേ ദിവസം രാത്രി ഇരുന്നിട്ട് എഴുതി വെക്കും. ഹലോ, എഴുതിക്കൂടെ? ഇസ്ലാം മതവിശ്വാസത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ല? നിങ്ങൾ എന്താ വെച്ചാൽ എന്താണ് ലൈക്ക് ഒരു നോമ്പ് എടുക്കുന്ന സമയത്ത് തലേ ദിവസം നീയത്ത് വെക്കുന്ന കാണാം. ഗോളാണ്, നാളെ ഞാൻ നോമ്പെടുക്കാൻ പോവാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പോവാണ്. ഒരു ഗോള് സെറ്റ് ചെയ്യാൻ മനസ്സിലേക്ക് ആ ഗോള് സ്ട്രോങ് ആക്കുക. നമസ്കരിക്കുന്നതിന് മുൻപ്, ഓരോ പ്രവർത്തികൾ ചെയ്യുന്നതിന് മുൻപ് ഒരു ഗോളിലേക്ക് കണക്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഉദ്ദേശശുദ്ധി കറക്റ്റ് ആക്കുക. ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോവാണ്, അതിൽ മാക്സിമം റിസൾട്ട് ലഭിക്കണം. ഞാൻ ഇന്ന വ്യക്തിയെ കാണാൻ പോവുകയാണ്, ഇന്ന വ്യക്തിയോട് സംസാരിക്കാൻ പോവുകയാണ്, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. എവ്രിതിങ്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക? നാളത്തെ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഗോളുകൾ സെറ്റ് ചെയ്യുക, അച്ചീവ്മെന്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. തലേ ദിവസം ഇരുന്നിട്ട് പിറ്റേ ദിവസം എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് രാവിലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ മെഡിറ്റേഷനും കാര്യങ്ങളും അതും ഈ ഒരു ദിവസം ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നത്. സോ ദിസ് അഗെയിൻ ഗോൾ സെറ്റിംഗ്. യെസ് ഓർ നോ? വി ആർ റിമൈൻഡിങ് അവർ സെൽവ്സ് എവറി ഡേ.
അപ്പൊ ആ ഗോൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗോളിലേക്ക് ഇറങ്ങുകയാണ്. ആത്മാർത്ഥമായിട്ട് ഇറങ്ങി തിരിച്ച് നമ്മൾ ആ ഗോൾ എന്ത് ചെയ്യണം? ഇന്നത്തെ ഗോള് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാം. വീണ്ടും എന്ത് ചെയ്യുക? രാവിലെ എടുത്തിട്ട് മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗോൾ സെറ്റിങ്ങിന്റെ ബുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക? തലേദിവസം എഴുതി വെച്ച ഗോൾ എന്തെങ്കിലും അഡീഷണൽ ആഡ് ചെയ്യാനുണ്ടോ? എന്തെങ്കിലും പ്രയോറിറ്റൈസ് ചെയ്യാനുണ്ടോ? എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമം മാറ്റാനുണ്ടോ? ആദ്യം എന്ത് ചെയ്യണം, പിന്നെ ഏത് ചെയ്യണം? ഏതെങ്കിലും വെട്ടി മാറ്റേണ്ടതുണ്ടോ? ഏതെങ്കിലും തിരുത്തി എഴുതേണ്ടതുണ്ടോ? ഒന്നുകൂടെ ഒന്ന് വായിച്ചു. ഓക്കെ, എന്നിട്ട് അത് വായിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ദാറ്റ് ഈസ് ദ സ്ട്രാറ്റജി ഫോർ ദ ഡേ. അന്നത്തെ ഒരു ദിവസത്തേക്കുള്ള സ്ട്രാറ്റജിയാണ്, കാര്യങ്ങളാണ്. സോ ക്ലിയർ. ഇനി എന്താ വേണ്ടത്? ഫോക്കസ് ഓൺ ദാറ്റ്. അതിന് ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുക. അതിലുള്ള കാര്യങ്ങൾക്ക് ടോപ്പ് പ്രയോറിറ്റി കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ചിലപ്പോൾ ചില ദിവസം 1-2 കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വരും. ദാറ്റ്സ് ഓക്കെ. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ ആ ദിവസം കടന്നു പോയില്ല എന്ന് വരും. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യുക? പ്ലാനുകൾ മാറ്റുക. ഓൾവേസ് ക്യാരി യുവർ ഗോൾ ബുക്ക്. നിങ്ങളുടെ ഒരു ഗോൾ ബുക്ക് എപ്പോഴും ക്യാരി ചെയ്യുക. ഒരു ഡയറി എപ്പോഴും ക്യാരി ചെയ്യുക. യു ജസ്റ്റ് ക്യാരി ഇറ്റ് ജസ്റ്റ് ലൈക്ക് ദിസ്. ഇതുപോലെ ഒരെണ്ണം ക്യാരി ചെയ്യുക. അതിൽ എഴുതി വെക്കുക. റൈറ്റ് ഡൗൺ. നമ്പർ ചോദിക്കുന്നുണ്ട് നജ്മ. ഓക്കെ, 8086880775. ഇതാണ് നമ്പർ. ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഗൂഗിൾ പേ ചെയ്യുക. 499 രൂപ. ഓക്കെ, ജസ്റ്റ് ചോദിച്ചുകൊണ്ട് ഇട്ടുന്നുള്ളൂ. അതിന്റെ സ്ക്രീൻഷോട്ടും അതിൽ തന്നെ അയച്ചു കൊടുക്കട്ടെ. ആ നമ്പറിൽ തന്നെ അയച്ചു കൊടുക്കുക. ഓക്കെ, ഓൾറൈറ്റ്. നിങ്ങളൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അതേപോലെ 20-ാം തീയതി നമ്മൾ എന്ത് ചെയ്യും? രാത്രി വൈകുന്നേരം 7:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ 5 ദിവസത്തെ ക്ലാസ് നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു നല്ലൊരു അവസരമാണ്. യൂട്ടിലൈസ് ഇറ്റ്. വെരി ചീപ്പ് ആയിട്ടുള്ള റേറ്റിലാണ്. ഇൻവൈറ്റ് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുക. ഗെറ്റ് ദ ഓഫർ. ഓൾറൈറ്റ്. സോ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി ഇന്നത്തെ ഇതിലേക്ക് വരാം. എന്താ പറഞ്ഞിട്ടുള്ളത്? ടു ടേക്ക് കൺട്രോൾ. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ആ ഒരു ലൈഫിന്റെ കൺട്രോൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈ രൂപത്തിൽ നിങ്ങൾ ചെയ്യുക. നെക്സ്റ്റ് എന്താ? അടുത്ത പോയിന്റ് എന്താണ്? ഗെറ്റ് മാക്സിമം റിസൾട്ട്. എന്തിനാ ഗോൾ സെറ്റ് ചെയ്യുന്നത്? ഈ ഗോൾ സെറ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും മാക്സിമം റിസൾട്ട് കിട്ടും. മാക്സിമം ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഗോൾ ഇല്ലെങ്കിൽ എന്താ? ഇയാൾ ഈ ജോലി ചെയ്യുന്നത് എന്തിന്? ഏതൊരു ജോലി ചെയ്യാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഗോൾ ഇല്ല. ഈ ജോലി ചെയ്യുന്നത് എന്തിനാണ് എന്നതിനെ കുറിച്ചൊരു വ്യക്തമായ ക്ലാരിറ്റി ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തുണ്ടാവില്ല? മാക്സിമം റിസൾട്ട് കിട്ടില്ല. ഒരു മിനിമം റിസൾട്ടോ ആവറേജ് റിസൾട്ടോ ഉണ്ടാവുള്ളൂ. സോ ഇഫ് യു ഹാവ് എ ഗോൾ, ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ, ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് എനിക്ക് മാക്സിമം റിസൾട്ട് കിട്ടാൻ വേണ്ടി, ഞാൻ ചെയ്യുന്ന ജോലിയിൽ നിന്ന് എനിക്ക് മാക്സിമം റിസൾട്ട് കിട്ടാൻ, മാക്സിമം വരുമാനം ഉണ്ടാക്കാൻ, മാക്സിമം പണം ഉണ്ടാക്കാൻ, എനിക്ക് ഇത്ര രൂപ പണം ഉണ്ടാക്കണം എന്നുള്ള ഒരു ഗോൾ, വലിയ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അത് ഇത്രയും വലിയൊരു സ്ഥാപനം കിട്ടിയപ്പോൾ, അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മാക്സിമം എഫിഷ്യന്റ് ആയി മാറും. നമ്മൾ ചെയ്യുന്ന ജോലി എന്തുകൊണ്ടാണ് എഫിഷ്യന്റ് ആയി മാറാത്തത്? നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ സമയം മാക്സിമം നല്ല രീതിയിലേക്ക് ഇതിന് ഉപയോഗപ്പെടുത്താത്തത്? നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ കഴിവുകൾ നമ്മളുടെ പ്രവൃത്തിയിലേക്ക് മാക്സിമം ഉപയോഗിക്കാത്തത്? ബിക്കോസ് വി ഡോണ്ട് ഹാവ് എ ഗോൾ. നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു ഗോൾ ഇല്ലാത്തത് കൊണ്ടാണ്. ഹലോ, ബൾബ് കത്തുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Are you getting what I'm saying? Yes, just comment down yes. ഇതുകൊണ്ടാണ്, ഗോൾ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഗോൾ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഏത് പ്രവൃത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, ഏത് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, അതിൽ നിന്ന് മാക്സിമം റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തി ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് ലക്ഷ്യമുണ്ടാവണം, അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്തിട്ട് എൻ്റെ ഓവറോൾ വലിയ ലക്ഷ്യത്തിലേക്ക് ഈ പ്രവൃത്തി എങ്ങനെ എനിക്ക് ഉപകാരപ്പെടണം. ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾ എന്താ വെച്ചാൽ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി, നാളെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അതുപോലെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു വലിയൊരു ഗോള് നിങ്ങൾക്കുണ്ട് എങ്കിൽ, ഓക്കെ, നിങ്ങളൊരു ഒരു മിനറൽ വാട്ടറിൽ, ഒരു എക്സാമ്പിൾ പറയാം, ഒരു മിനറൽ വാട്ടർ സെല് ചെയ്യുന്ന കമ്പനി, അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്തിട്ട് സെല് ചെയ്യുന്ന കമ്പനി, നാളെ നിങ്ങൾക്ക് അതുപോലെ ഒരു കമ്പനി ഉണ്ടാക്കണം. അപ്പൊ നിങ്ങൾ ആ കമ്പനിയിൽ ജോലിക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് നാളെ അതുപോലെ ഒരു കമ്പനി ഉണ്ടാക്കണം എന്നുള്ള വലിയ ലക്ഷ്യമുണ്ട് എങ്കിൽ, നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങൾ മാക്സിമം ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആലോചിച്ച് പഠിക്കാൻ ശ്രമിക്കുക. Am I right?
ഓരോ ജോലിയും കൂടുതൽ ചെയ്യാൻ ശ്രമിക്കും, കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും, കൂടുതൽ താല്പര്യത്തോടു കൂടി ചെയ്യും. യെസ് ഓർ നോ? അപ്പൊ നിങ്ങൾ കൂടുതൽ എൻജോയ് ചെയ്യുകയും ചെയ്യും, ജോലി കൂടുതൽ ഇഷ്ടത്തോടു കൂടി ചെയ്യുകയും ചെയ്യും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ആ ചെയ്യുന്ന ജോലിയിൽ മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും. സോ ഹാവ് എ ബിഗ് ഗോൾ. ഡു അഗ്രി വിത്ത് മീ? യെസ് ഓർ നോ? യെസ് ഓർ നോ അല്ല ചോദ്യം, യെസ് ഓർ എസ് എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് ദർ ഇസ് നോ അതർ ഓപ്ഷൻ. മാക്സിമം റിസൾട്ട് കിട്ടാൻ എന്ത് പ്രവർത്തികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മാക്സിമം റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് പുറത്ത് ഉപയോഗിക്കാൻ കഴിയണം. ആ മാക്സിമം പൊട്ടൻഷ്യൽ പുറത്ത് ഉപയോഗിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലിമിറ്റിംഗ് ബിലീഫുകൾ ബ്രേക്ക് ചെയ്തിട്ട് അത് തിരിച്ചു വരണം. അപ്പോൾ ലിമിറ്റിംഗ് ബിലീഫുകൾ ബ്രേക്ക് ചെയ്യാൻ വരെ എന്ത് സഹായിക്കും? ഗോളുകൾ സഹായിക്കും. വലിയ ഗോളുകളുള്ള ആൾക്കാർക്ക് എന്ത് വെച്ചാൽ ലിമിറ്റിംഗ് ബിലീഫുകൾ പൊട്ടിക്കൊണ്ടേയിരിക്കും. വലിയ ഗോൾ തന്നെ വേണമെന്നില്ല, വ്യക്തമായിട്ടൊരു ഗോൾ ഉണ്ട് എങ്കിൽ പിന്നെ തടസ്സങ്ങളില്ല. പിന്നെ അതിലേക്കുള്ള അവസരങ്ങളേ ഉള്ളൂ കാണുന്നത്. അവസരങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. പിന്നെ കാണുന്നത് നെഗറ്റീവ് തിങ്കിങ് അല്ല. ഗോളുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് തിങ്കിങ് മൈൻഡ് സെറ്റ് പോകും. He is focusing on what he wants, what he can achieve, what are the opportunities out there. എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് അവിടെയുണ്ട്, എന്തൊക്കെ അവസരങ്ങൾ അവിടെയുണ്ട്, എന്തൊക്കെ എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം ചിന്തിക്കുക. ഹലോ, മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്? ലൈക്ക് ദാറ്റ്സ് ദ വേ വി ഷുഡ് ടേക്ക്, ഗെറ്റ് മാക്സിമം റിസൾട്ട്. മാക്സിമം റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങും, അവസരങ്ങളെ കാണാൻ തുടങ്ങും, പ്രശ്നങ്ങളെ കാണാൻ കഴിയില്ല, തടസ്സങ്ങൾ വഴി മാറും. മാക്സിമം റിസൾട്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയിലേക്ക് മാത്രമായിട്ട് അദ്ദേഹത്തിന്റെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാൻ തുടങ്ങും. അതായത് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിനുള്ളിൽ എന്തുണ്ടാകും? ബ്രെയിനിൽ എന്ന് വെച്ചാൽ അദ്ദേഹം എന്താണോ ചിന്തിച്ചത് ആ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന, അതിനെക്കുറിച്ച് മാത്രം കേൾക്കുന്ന, അതിനെക്കുറിച്ച് മാത്രം സ്മെല് ചെയ്യുന്ന, അതിനെക്കുറിച്ച് മാത്രം ടേസ്റ്റ് ചെയ്യുന്ന, അതിനെക്കുറിച്ച് മാത്രം സെൻസ് ചെയ്യാൻ കഴിയുന്ന, അതിനെക്കുറിച്ച് മാത്രം കേൾക്കുന്ന, കാണുന്ന, സെർച്ച് ചെയ്യുന്ന മാത്രം ഒരു വ്യക്തിയായിട്ട് ഇദ്ദേഹം മാറി തുടങ്ങും. അതിന് സഹായിക്കുന്ന നമ്മുടെ ബ്രെയിനിലെ പാർട്ടാണ് RAS എന്ന് പറയുന്ന റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ സെൻസുകളെ അതായത് ഓരോ സെൻസറി പാർട്ടുകളുണ്ട് നമ്മുടെ ബോഡിയിൽ, പഞ്ചേന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങും. നമ്മൾ എന്ത് കാണണം, നമ്മൾ എന്ത് കേൾക്കണം, നമ്മൾ എന്ത് ചിന്തിക്കണം, നമ്മൾ എന്ത് സംസാരിക്കണം. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന, നമ്മുടെ റിസൾട്ടിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന, നമുക്ക് എന്താണോ വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, സക്സസിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, വളർച്ചയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, പ്രവൃത്തിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, ലക്ഷ്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, അവസരങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, സൊല്യൂഷൻസിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത, തടസ്സങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത, നെഗറ്റിവിറ്റിയെ കുറിച്ച് ചിന്തിക്കാത്ത, ഡിസ്ട്രാക്റ്റഡ് ആവാത്ത, ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ടുള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, പാഷനേറ്റ് ആയിട്ടുള്ള, സിൻസിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോള് നിങ്ങളെ സഹായിക്കും. യു വിൽ ബി ഓൺ ട്രാക്ക്. മനസ്സിലാവുന്നുണ്ടോ സാറേ? മനസ്സിലാവുന്നുണ്ടോ മാഡം? ഗോൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലാരിറ്റി ഇല്ല എന്ന് പറയരുത്, എഴുതിയിട്ടില്ല എന്ന് പറയരുത്. ഇറ്റ് വിൽ ചേഞ്ച് യു കംപ്ലീറ്റ്ലി. നിങ്ങളുടെ ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് കളയും. മടിച്ചു നിൽക്കണ്ട. കം ബാക്ക്, ടേക്ക് യുവർ പെൻ ആൻഡ് പേപ്പർ ആൻഡ് റൈറ്റ് ഡൗൺ whatever that you want. എന്താണോ വേണ്ടത് അതിങ്ങനെ തലയിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലടോ. എനിക്കറിയാം, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്, അതും വെച്ചുകൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല. അത് എഴുതാനുള്ള തൻ്റെ ഇടം കാണിക്കും, അത് എഴുതാനുള്ള ക്ഷമ കാണിക്കും, അത് എഴുതാനുള്ള ഒരു പാഷൻ, ആ സിൻസിയറിറ്റി, ജെന്യൂനിറ്റി കാണിക്കും. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് കെയർ ചെയ്യുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച്, ലൈഫ് ചേഞ്ച് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കെയർ ചെയ്യുന്നുണ്ട് എങ്കിൽ, സിറ്റ് ഡൗൺ ആൻഡ് റൈറ്റ് ഡൗൺ. ഇരുന്നിട്ട് സമയം എടുത്തിട്ട് എഴുത്. എന്താ വേണ്ടത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് അങ്ങ് എഴുതടോ. ഇത് എഴുതാതെ ഇങ്ങനെ ഇരിക്കുക. എഴുതണം. കാലായിടും.
സ്വപ്നം കാണാൻ തുടങ്ങി? എത്ര കാലമായി? എത്ര കാലമായി ആഗ്രഹങ്ങളായിട്ടിരിക്കുന്നു? എഴുതാം, പ്ലാൻ ചെയ്യാം, ഞാൻ ചെയ്യും, ഞാൻ രക്ഷപ്പെടും, ഞാൻ വിജയിക്കും എന്നും പറഞ്ഞിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലം? ജസ്റ്റ് റൈറ്റ് ഡൗൺ. ഇന്നെങ്കിലും 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, എത്ര മണിക്കൂർ വേണ്ട വെച്ചാൽ എടുത്തിട്ട് ഞാൻ എഴുതിക്കൊള്ളാം. ആ ഒരു പ്രതിജ്ഞ എടുക്കാൻ പറ്റുമോ? ക്യാൻ യു ഡു ഇറ്റ് ഫോർ യു? നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ എഫേർട്ട് എടുക്കുന്ന എനിക്ക് വേണ്ടിയിട്ട്, ഈ പറയുന്ന എനിക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന എനിക്ക് വേണ്ടിയിട്ട്. ക്യാൻ യു ഡു ദാറ്റ്? ക്യാൻ യു ഹെൽപ്പ് യുവർസെൽഫ്? എന്ന് എഴുതാൻ പറ്റുമോ? യാ, പ്ലീസ്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം നേടണം എന്ന നിങ്ങളുടെ സ്വപ്നങ്ങൾ മാറി വേണം. എത്ര കാലമായി കഷ്ടപ്പെടാൻ തുടങ്ങി? എത്ര കാലമായി വിഷമിക്കാൻ തുടങ്ങിയിട്ട്? എത്ര കാലമായി കൺഫ്യൂസ്ഡ് ആയി പോകുന്നു? എത്ര കാലമായി സമയം വേസ്റ്റ് ആകുന്നു? എത്ര കാലമായി ഫോണിൽ അഡിക്റ്റ് ആണ്? എത്ര കാലമായിട്ട് ഇൻസ്റ്റഗ്രാമും സംഗതികളും റീൽസും കാര്യങ്ങളായിട്ട് അഡിക്റ്റഡ് ആണ്? അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയടോ, പോകാൻ പറയടോ, ലൈഫിനെ തിരിച്ചു പിടിക്കടോ. ഇനഫ് ഈസ് ഇനഫ്. ഹലോ, ഹലോ, സാർ ഇപ്പൊ ജോയിൻ ചെയ്യൂട്ടോ. നെറ്റ്വർക്ക് ഇഷ്യൂ എന്താണ്?
ഹലോ, ഹായ്. ഐ എം സോ സോറി, ദർ വാസ് എന്നെ പെട്ടെന്ന് എനിക്ക് ചെറിയൊരു ഡിസ്കണക്ഷൻ സംഭവിച്ചു. ഐ എം സോ സോറി ഫോർ ദാറ്റ്. എനിവേ തിരിച്ചു വന്നിട്ടുണ്ട്. ടെക്നിക്കൽ എറർ സംഭവിച്ചതാണ്, എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിവേ വി ആർ ബാക്ക്. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? Am I audible? എന്നെ ഒന്ന് ഹോട്ട് സ്പോട്ട് ലൈറ്റിലേക്ക് ഇട്ടാം. സാറേ ഞാൻ കേൾക്കാം. കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. സോ നമ്മളിങ്ങനെ പറഞ്ഞ് നല്ല പവറിൽ നിൽക്കുകയായിരുന്നു, അപ്പോഴാണ് പോയിട്ടുള്ളത്. സോ ജസ്റ്റ് കമന്റ് ഡൗൺ. എനിക്ക് കമന്റ്സ് വേണം. എന്ത് ഡിഡ് യു, അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആ ഒരു ചേഞ്ച് പോസിബിൾ ആക്കണം അല്ലേ? വേണ്ടേ? മതിയില്ലേ കാത്തിരുന്നത്? ഇനഫ് ഈസ് ഇനഫ്. യു ഹാവ് ടു ചേഞ്ച്. വി ഹാവ് ടു ചേഞ്ച്. അപ്പൊ ആ ചേഞ്ച് പോസിബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് എന്താണ്? ഗെറ്റ് മാക്സിമം റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ഡൗൺ. ഇന്നെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഗോളുകൾ എഴുതാം. ഇഫ് യു കെയർ അബൌട്ട് യുവർ ഡ്രീം, ഇഫ് യു കെയർ അബൌട്ട് യുവർ ഗോൾ, റൈറ്റ് ഡൗൺ. രണ്ടാമത്തത് എന്താണ്? മൂന്നാമത്തത് എന്താണ്? ക്രിയേറ്റ്സ് എ ലേസർ ഫോക്കസ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു ലേസർ ഫോക്കസ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ്ലി മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു ക്ലാരിറ്റിയോടുകൂടി നമ്മുടെ ഫോക്കസ്, നമ്മുടെ ബ്രെയിനിന് ഒരു കോൺസെൻട്രേഷൻ കപ്പാസിറ്റി കൂടും, ഗോളുകൾ ഉണ്ടാകും. ഗോളുകളുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മെമ്മറി പവർ കൂടും, കോൺസെൻട്രേഷൻ കപ്പാസിറ്റി കൂടും, അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് ഷാർപ്പായിട്ടുള്ള ക്ലിയർ കട്ട് ഫോക്കസ് ഉണ്ടാകും. എന്ത് അച്ചീവ് ചെയ്യണം, എന്ത് ചെയ്യേണ്ട, എന്ത് നേടിയെടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ക്ലിയർ ആണോ? സോ ക്ലിയർ കട്ട് ഫോക്കസ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് എന്താ വരുന്നത്? ക്രിയേറ്റ്സ് അക്കൗണ്ടബിലിറ്റി. നമ്മളുടെ അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്ത ബോധം കൂടും. നമുക്കൊരു ഉത്തരവാദിത്ത ബോധമുണ്ട്. നമ്മൾ അധികം ആൾക്കാർക്ക്, പല ആൾക്കാരുടെ കേൾക്കുന്ന ഒരു സംഗതിയാണെന്ന് വെച്ചാൽ ഒരു ഉത്തരവാദിത്ത ബോധമില്ല, ഒരു ചിന്തയില്ല, ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്ന കാര്യത്തിൽ ചിന്തയില്ല, സ്വന്തം ജീവിതം എന്താണ്, ഏത് ലെവലിലേക്ക് ആവണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഇങ്ങനെ പോകുന്നവരുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാതെ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ആൾക്കാരുണ്ട്. സോ ക്രിയേറ്റ്സ് അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നു. എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ലൈഫ് ഇന്നതാണ്. എനിക്ക് ഒരു വീട് വെക്കണം, എനിക്കൊരു കാറ് വാങ്ങണം, എനിക്കൊരു സ്ഥാപനം കെട്ടിപ്പടുക്കണം, എനിക്ക് ഇനി കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ഉത്തരവാദിത്ത ബോധം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോളുകൾ വേണം. ഗോളുകളുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്തുണ്ട്? ഉത്തരവാദിത്ത ബോധം ഉണ്ടാവും, കാര്യങ്ങൾ ചെയ്യാൻ, ഇനി കാര്യങ്ങൾ ചെയ്യണം. സോ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഗോളുകൾ വളരെ അത്യാവശ്യമാണ്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളുകൾ, ആഗ്രഹങ്ങൾ മാത്രം എഴുതി വെക്കുന്ന ഗോളുകൾ മാത്രമല്ല. എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്? എൻ്റെ അടിസ്ഥാനപരമായിട്ട് ഇന്ന് ഞാൻ എന്താണ് ചെയ്യുന്നത്? എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ട സംഗതികളുണ്ട്, ചെറിയ കാര്യങ്ങൾ, അതും ഗോളുകളായിട്ട് വരണം. അതേപോലെ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതും ഗോളുകളായിട്ട് വരണം. അധികം ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വലിയ ആഗ്രഹങ്ങൾ മാത്രമേ എഴുതി വെക്കുള്ളൂ എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? പല ക്ലാസ്സുകളും കാര്യങ്ങളും കേൾക്കും, വലിയ സ്വപ്നങ്ങൾ മാത്രം എഴുതി വെക്കും. അത് എഴുതി വെക്കണം. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ചെറിയ ഗോളുകൾ, ചെറുത് എന്ന് പറയുന്നില്ല, നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള നിങ്ങളാക്കുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങളാക്കുന്ന, നിങ്ങളെ ഹാപ്പി ആക്കുന്ന, നിങ്ങളെ സമാധാനം നൽകുന്ന, നിങ്ങളെ സന്തോഷം നൽകുന്ന, നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലുള്ള ഗോളുകളും നമ്മൾ എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് എഴുതി വെക്കണം. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, അതിൽ നിന്ന് ഒളിച്ചോടിയിട്ടുള്ള ഒരു ഗോളുകളും എഴുതി വെച്ചിട്ടൊരു കാര്യമില്ല. ആസ് എ മദർ, ആസ് എ ഫാദർ, ആസ് എ ബ്രദർ, ആസ് എ സിസ്റ്റർ, ആസ് എ ഫാമിലി മെമ്പർ, ആസ് എ ഹസ്ബൻഡ്, ആസ് എ വൈഫ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കുള്ള, ആസ് എ ലൈഫ് പാർട്ണർ നിങ്ങൾക്കുള്ള ഒരു 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 റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. റൈറ്റ് ഡൗൺ ദോസ് ഗോൾസ് ആസ് വെൽ. അത് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്ത ബോധം നിങ്ങളിലേക്ക് വരും. Yes or no? Yes or no? Is it clear? If it is clear, just comment down clear. ഒന്ന് കമന്റ് ചെയ്തേ. I want you to comment. I want you to be actively participate. Just comment down. If it is clear, just comment down clear, or at least see എന്തെങ്കിലും കമന്റ് ചെയ്യുക. Yes. Very good. So write down every day write down. എല്ലാ ദിവസവും എന്ത് ചെയ്യുക? ഗോളുകൾ എടുത്തിട്ട് എഴുതുക. ടു ഡു ലിസ്റ്റ് എഴുതുന്ന പോലെ തന്നെ നിങ്ങളുടെ ഗോളുകൾ എടുത്തിട്ട് വീണ്ടും ഒന്ന് വായിച്ചു നോക്കുക, ഒന്ന് എഴുതുക. എന്നിട്ട് മനസ്സറിഞ്ഞ് എന്ത് ചെയ്യുക? അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക. എൻ്റെ ഈ ലക്ഷ്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.
ഈശ്വരന് നന്ദി, കർത്താവിന് നന്ദി, അൽഹംദുലില്ലാ, വാട്ട് എവർ ഇറ്റ് ഇസ്, യു ജസ്റ്റ് റൈറ്റ് ഡൗൺ. നിങ്ങളുടെ വിശ്വാസപ്രകാരം, നിങ്ങളുടെ കാഴ്ചപ്പാട് പ്രകാരം. താങ്ക് യു സോ മച്ച്, താങ്ക് യു യൂണിവേഴ്സ്. മനസ്സറിഞ്ഞ് എന്ത് ചെയ്യുക, എഴുതുക. എല്ലാ ദിവസവും ഇരുന്നിട്ട് എഴുതുക. എൻ്റെ ഈ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്നത്, എൻ്റെ ഈ ലക്ഷ്യം നിറവേറ്റി തരുന്നതിനും. എൻ്റെ മക്കൾ നല്ല രീതിയിൽ സ്കൂളിൽ പോയിട്ട് പഠിക്കുന്നത്, ഇതൊരു ചിലവരെ സംബന്ധിച്ചിടത്തോളം ഇതായിരിക്കും ഗോൾ. അത് നല്ല സ്കൂളിൽ പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട്, നല്ല സ്കൂളിൽ എന്നിട്ട് അവർ പഠിക്കും, നല്ല മാർക്ക് വാങ്ങും. ഇതൊക്കെ ഗോളുകളാണ്. എവറിത്തിങ് ഇസ് എ ഗോൾ. കുറേ വലിയ കാര്യങ്ങൾ മാത്രമല്ല. സോ റൈറ്റ് ഡൗൺ വാട്ട് യു വാണ്ട്. റൈറ്റ് ഡൗൺ യുവർ പെർഫെക്റ്റ് ഐഡിയൽ ഡേ. നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയൽ ഡേ വേണമെങ്കിൽ എഴുതി വെക്കാം. ജസ്റ്റ് റൈറ്റ് ഡൗൺ. എന്താണ്? 5 മണിക്ക് എണീക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, എക്സസൈസ് ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, ഡെയിലി ഗോൾസ് പ്ലാൻസ് ചെക്ക് ചെയ്യുന്നു, ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, കുറച്ച് സമയം ബുക്ക് വായിക്കുന്നു, അല്ലെങ്കിൽ എന്താ വെച്ചാൽ റിലാക്സ് ചെയ്യുന്നു, കുറച്ച് സമയം ബ്രേക്ക് എടുത്ത് റിലാക്സ് ചെയ്യുന്നു, എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഡ്യൂട്ടിക്ക് പോകുന്നു. ആ ഡ്യൂട്ടി എങ്ങനെ ചെയ്യുന്നു, ഓരോ സമയത്തും ഇന്ന കാര്യങ്ങൾ ഇന്നതൊക്കെ ചെയ്യുന്നു. ലഞ്ച് ബ്രേക്ക് എടുക്കുന്നു, എന്നിട്ട് ബ്രേക്ക് എടുത്ത് ഭക്ഷണം കഴിക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ദെൻ യു കം ബാക്ക്, വീട്ടിലേക്ക് വരുന്നു, മക്കളുടെ കൂടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, ഫ്രണ്ട്സിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്യുന്നു. ദെൻ യു ലൈക്ക് നല്ല രീതിയിലേക്ക് കുറച്ച് റെസ്റ്റ് എടുത്ത് നല്ല രീതിയിൽ റിലാക്സ് ചെയ്തിട്ട് വായിക്കാനോ പഠിക്കാനോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്ത് then you go back to bed at 10 PM എന്നുള്ള രീതിയിൽ ഒരു ഐഡിയൽ ഡേ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അത് വളരെ വ്യക്തമായിട്ട് എഴുതി വെക്കുക. റൈറ്റ് ഡൗൺ ഹൗ യു വാണ്ട് ടു സ്പെൻഡ് യുവർ ഡേ. പെർഫെക്റ്റ് ആക്കിയിട്ട് റൈറ്റ് ഡൗൺ. ഇറ്റ് വിൽ ക്രിയേറ്റ് അക്കൗണ്ടബിലിറ്റി. നിങ്ങൾക്കൊരു ഉത്തരവാദിത്ത ബോധം ഉണ്ടാകും. എന്തുകൊണ്ട് ഉത്തരവാദിത്ത ബോധം ഇല്ല? എന്തുകൊണ്ട് പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറിപ്പോകുന്നു? കാരണം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് എന്തില്ല. മൈൻഡിൽ ആ ഗോളിനെ കുറിച്ച് ഗോള് വളരെ ക്ലിയർ അല്ല. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രശ്നങ്ങൾ, പല കാരണങ്ങൾ, പല വ്യക്തികൾ വരും, പല പ്രശ്നങ്ങളായിട്ട് വരും. അവർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ സഹായിക്കാൻ വേണ്ടി അതിന് പിന്നാലെ പോകും. അപ്പൊ നമ്മൾ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നു പോകും, നമ്മളുടെ കടമകൾ മറന്നു പോകും, നമ്മളുടെ ആഗ്രഹങ്ങൾ മറന്നു പോകും, നമ്മുടെ ലക്ഷ്യങ്ങൾ മറന്നു പോകും. എസ്വർണോ? അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ചെന്ന് ചാടും. നമ്മുടെ മൈൻഡ് വേറെ ഏതെങ്കിലും ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകും. എഴുതി വെച്ച ആഗ്രഹങ്ങൾക്ക് പുറമെ വേറെ ആഗ്രഹങ്ങൾ വരും. ചില വ്യക്തികളായിരിക്കും കൊണ്ടുവരുന്നുണ്ടാവുക, ചിലപ്പോൾ ചില സാഹചര്യങ്ങളായിരിക്കും. ബട്ട് കം ബാക്ക് ടു യുവർ ഗോൾ. റൈറ്റ് ഡൗൺ യുവർ ഗോൾസ്. ഈ ഗോളിന്റെ പേജ് എടുക്കുക, ബുക്ക് എടുക്കുക. അത് വീണ്ടും എടുത്ത് വായിക്കുമ്പോൾ ഉത്തരവാദിത്തം ഇറ്റ് വിൽ മോട്ടിവേറ്റ്സ് യു. നിങ്ങൾക്ക് വല്ലാത്തൊരു മോട്ടിവേഷൻ തരും ഗോളുകൾ. ഇങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. പലപ്പോഴും ബോറിംഗ് ആയിട്ടുള്ള ലൈഫ് ഉണ്ട്, ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത, ഒരു മോട്ടിവേഷൻ ഇല്ലാത്ത. അപ്പോൾ ഗോളുകളിലേക്ക് നോക്കുമ്പോൾ, ഗോളുകൾ ചിന്തിക്കുമ്പോൾ, വായിക്കുമ്പോൾ ഒരു മോട്ടിവേഷൻ ലഭിക്കും. ഇറ്റ് വിൽ മോട്ടിവേറ്റ് ഇൻ യുവർ ലൈഫ്. മോട്ടിവേഷൻ ലൈഫിൽ ആവശ്യമാണ്. ഒരു പ്രചോദിതനായിട്ട് ജീവിക്കണം. ഡൗൺ ആയിട്ട്, ഒരു എനർജി ഇല്ലാതെ, ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാതെ, ഒരു ഹാപ്പിനെസ് ഇല്ലാതെ, ഒരു ആവേശമില്ലാതെ നമ്മൾ ജീവിക്കരുത്. ഗോൾസ് വിൽ മോട്ടിവേറ്റ്. ഗോൾസ് നമ്മളെ വല്ലാണ്ട് ആവേശഭരിതനാകും. ഞാൻ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിട്ട്, ഞാൻ അതിലേക്ക് നേടിക്കൊണ്ടിരിക്കുക. ഓരോ ലക്ഷ്യങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നതിലേക്ക് നമ്മളെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. ഗോളുകൾ നമുക്ക് ആവശ്യമാണ്. സോ ദെൻ 6ാമത്തെ പോയിന്റ്, ബി ദ ബെസ്റ്റ് യു ക്യാൻ ബി. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടാകുമ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഏറ്റവും മികച്ച വേർഷനിലേക്ക്, ഏറ്റവും മികച്ച ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ ഗോളുകൾ എന്ത് ചെയ്യും? എത്താൻ സഹായിക്കും. നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മളെ ബെസ്റ്റിനെ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കും ഗോളുകൾ. ഗോളുകളുള്ള ഒരാൾക്ക് എന്താ വെച്ചാൽ, ആ ഗോൾ വലിയ ഗോളാണെങ്കിൽ ആ ഗോളിനനുസരിച്ച് ഇദ്ദേഹം ഒരുപാട് ഇംപ്രൂവ് ചെയ്യേണ്ടി വരും. യെസ് ഓർ നോ? ഹി ഹാസ് ടു ബിക്കം ദ റൈറ്റ് പേഴ്സൺ. എന്നാൽ മാത്രമേ ആ ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. ടു ഗെറ്റ് ദ റൈറ്റ് തിങ്സ് ഇൻ യുവർ ലൈഫ് യു ഹാവ് ടു ബിക്കം ദ റൈറ്റ് പേഴ്സൺ. അർഹിക്കുന്ന വ്യക്തിയായിട്ട് മാറണം. യെസ് ഓർ നോ? ഒന്ന് കമന്റ് ചെയ്ത്, ഐ ആം ദ റൈറ്റ് പേഴ്സൺ. ഒന്ന് കമന്റ് ചെയ്ത്, ജസ്റ്റ് കമന്റ് ഔട്ട്, ഐ ആം ദ റൈറ്റ് പേഴ്സൺ. I am the right person. On the comment. It's like I am ready to become the right person. ആ റൈറ്റ് പേഴ്സൺ ആവാൻ ഞാൻ റെഡിയാണ്. ഐ ആം റെഡി ടു ബിക്കം ദ റൈറ്റ് പേഴ്സൺ. എഴുതിക്കോ, ഐ ആം റെഡി ടു ബിക്കം ദ റൈറ്റ് പേഴ്സൺ. അർഹതയുള്ള വ്യക്തിയായിട്ട് മാറാൻ, അർഹിക്കുന്നത് മാത്രം എനിക്ക് ലഭിച്ചാൽ മതി, അർഹിക്കുന്നത് മാത്രം എനിക്ക് ലഭിച്ചാൽ മതി, അർഹതയുള്ള വ്യക്തിയായിട്ട് മാറാൻ ഞാൻ തയ്യാറാണ്.
അർഹതയുള്ള വ്യക്തിയായിട്ട് മാറാൻ ഞാൻ തയ്യാറാണ്. ഐ ആം റെഡി ടു ബിക്കം ദ റൈറ്റ് പേഴ്സൺ. ഐ ആം റെഡി ടു ബിക്കം ദ റൈറ്റ് പേഴ്സൺ. ആർ യു റെഡി ടു ബിക്കം ദ റൈറ്റ് പേഴ്സൺ? അത് നിങ്ങളാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ബെസ്റ്റ് പുറത്തു വരാൻ തുടങ്ങും. നിങ്ങളുടെ ഡ്രസ്സിങ് ബെസ്റ്റ് ആയി തുടങ്ങും. നിങ്ങളുടെ സ്റ്റൈലിംഗ്, നിങ്ങളുടെ സംസാരം മാറി തുടങ്ങും. നിങ്ങളുടെ സ്വഭാവം മാറി തുടങ്ങും. നിങ്ങളുടെ ശീലങ്ങൾ മാറി തുടങ്ങും. നിങ്ങളുടെ റുട്ടീൻസ് മാറി തുടങ്ങും. നിങ്ങളുടെ പ്രവൃത്തികൾ മാറി തുടങ്ങും. നിങ്ങളുടെ സംസാര ശൈലി മാറി തുടങ്ങും. നിങ്ങളുടെ ചിന്തകൾ മാറി തുടങ്ങും. Yes or no? You will improve. Yes or no? So ഒന്ന് കമന്റ് ചെയ്ത്, I want to become my best version. ഒന്ന് കമന്റ് ചെയ്ത്, I will create my best version. ഒന്ന് കമന്റ് ചെയ്ത്, just comment down. Just comment down. I will create my best version. എന്റെ ബെസ്റ്റ് വേർഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യും. I am the best. I will become the best. എന്റെ ബെസ്റ്റ് എന്ത് ചെയ്യും? ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും. I will bring out the best in me. എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും. എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എൻ്റെ ഉള്ളിലുള്ള പുലിയെ, എൻ്റെ ഉള്ളിലുള്ള സിംഹത്തിന്, എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബെസ്റ്റ് വേർഷനെ ഞാൻ പുറത്ത് കൊണ്ടുവരും. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഡയമണ്ട് ഉണ്ട്. എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഡീവ, എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ആ പ്രിൻസസിനെ, ആ ക്വീനെ ഞാൻ പുറത്ത് കൊണ്ടുവരും. എൻ്റെ ഉള്ളിലുള്ള ആ കിങ്ങിനെ ഞാൻ പുറത്ത് കൊണ്ടുവരും. ഐ വിൽ ബ്രിങ് ഔട്ട് ദി ബെസ്റ്റ്. എൻ്റെ ഉള്ളിലുള്ള മാതൃകാപരമായിട്ടുള്ള വ്യക്തിത്വം, എൻ്റെ ഉള്ളിലുള്ള നന്മയുള്ള വ്യക്തിത്വം, എൻ്റെ ഉള്ളിലുള്ള ക്ഷമയുള്ള വ്യക്തിത്വം, എൻ്റെ ഉള്ളിലുള്ള വിശാല മനസ്കതയുള്ള, സ്നേഹമുള്ള, നന്മയുള്ള, ചാരിറ്റി ചെയ്യുന്ന, നന്മകൾ ചെയ്യുന്ന ആ വ്യക്തിയെ എനിക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഗോളുകൾ വേണം, ആഗ്രഹങ്ങൾ വേണം, അത് കൊണ്ടുവരാനുള്ള ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ പുറത്തു വരും. Yes or no? Yes? I am the right person. I'm ready to become the right person. Very good. Fantastic. So ആ ലെവലിലേക്ക് നിങ്ങളെ ഗോളുകൾ നിങ്ങളെ സഹായിക്കും. അടുത്തത് എന്താണ്? ആറാമത്തത് അതാണ്. You will become the best person. അപ്പൊ എന്തുകൊണ്ട് ഗോൾ സെറ്റ് ചെയ്യണം? ക്ലിയർ ആണല്ലോ? To live your best life. ഏഴാമത്തത് നിങ്ങളുടെ ബെസ്റ്റ് ലൈഫ് സ്റ്റൈൽ. നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ ഉണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. മാക്സിമം ലിവിങ് ലാർജ് എന്ന് പറയുന്ന ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് വേണം. വലിയ ഗോൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ കാറ്, ആ വലിയ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അത് വേണമെങ്കിൽ മതി കേട്ടോ. എല്ലാവരും വേണമെന്ന് ഞാൻ പറയുന്നത്. ലൈക്ക് ടു ലിവ് യുവർ ബെസ്റ്റ് ലൈഫ്. ബെസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ലിവിങ് ലാർജ് എന്ന് മാത്രമല്ല, ചെറിയ രീതിയിലാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബെസ്റ്റ് ലൈഫ് സ്റ്റൈൽ അത് ജീവിക്കാൻ നിങ്ങളത് സഹായിക്കും. ഒരു ബെസ്റ്റ് ലൈഫ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു വ്യക്തിയായിട്ട് മാറുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആവും. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ചുള്ള പണം നിങ്ങളുടെ കയ്യിലുണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ചിട്ടുള്ള സമ്പത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ആ ഗോൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കും. അത് ആഗ്രഹിക്കുമ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് മനസ്സ് പ്രവർത്തിക്കും. അതിനനുസരിച്ച് നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള എനർജി നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകും. അതിനനുസരിച്ചുള്ള കറക്റ്റായിട്ടുള്ള വ്യക്തികളെ നിങ്ങൾ മീറ്റ് ചെയ്യും. അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതെങ്ങനെയാണെന്നുള്ളത് ചോദിക്കേണ്ട. ഇറ്റ് വിൽ ഹാപ്പൻ. It will happen. No doubt about that. You can bring back the best version of your life and your as a person. You as a person. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറത്തു കൊണ്ടുവരാൻ പറ്റും. നെക്സ്റ്റ് എന്താണ്? മാസ്റ്റർ യുവർ ക്രാഫ്റ്റ്. ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ജോലി ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഒരാളായിട്ട് മാറിയാൽ മാത്രമേ എനിക്ക് എൻ്റെ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള വലിയ ലക്ഷ്യങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ കഴിയും. എൻ്റെ കഴിവ് ഏറ്റവും മികച്ചതാകുമ്പോഴാണ്. ഞാൻ ചെയ്യുന്ന ജോലിയിൽ എൻ്റെ കഴിവ് ഏറ്റവും മികച്ചതാകുമ്പോൾ അതിനനുസരിച്ചുള്ള വരുമാനം എനിക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും, വരുമാനം എനിക്ക് നേടാൻ പറ്റും. അതിലൂടെ എൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അപ്പൊ എനിക്ക് വലിയൊരു ലക്ഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ കഴിവിനെ ഞാൻ എന്ത് ചെയ്തുള്ളൂ? ഷാർപ്പൺ ചെയ്തേ പറ്റൂ. എൻ്റെ കഴിവിനെ ഉഷാറാക്കിയേ പറ്റൂ. ഞാൻ ചെയ്യുന്ന ക്രാഫ്റ്റ്, ഞാൻ ചെയ്യുന്ന ജോലി, ആ ജോലിയിൽ ഏറ്റവും നല്ല മാസ്റ്ററായിട്ട്, ഏറ്റവും നല്ല മികച്ച കഴിവുള്ള, ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് എന്നെ ട്രെയിൻ ചെയ്ത് പരിശീലിപ്പിച്ചെടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ട് മോൾഡ് ചെയ്തെടുത്തിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തേ പറ്റൂ. അപ്പോൾ എൻ്റെ കഴിവിനെ ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ മാസ്റ്ററി നേടാൻ എൻ്റെ ലക്ഷ്യങ്ങൾ എന്നെ സഹായിക്കും. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എത്രയാണ്? ഒരു ലക്ഷ്യം നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കഴിവ് വർദ്ധിക്കുന്നു, നിങ്ങളുടെ കഴിവ് ബെറ്റർ ആകുന്നു, നിങ്ങൾ ഉഷാറായിട്ട് മാറാൻ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ ജോലി ഉഷാറാകൂടും, നിങ്ങളുടെ എഫിഷ്യൻസി ഉഷാറാകൂടും. അപ്പൊ ഗോളുകൾ സെറ്റ് ചെയ്താലുള്ള ഗുണം ഇതാണ്.
നിങ്ങളെന്ന് പറയുന്ന നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങളുടെ മികവ് പുറത്തു വരും. ലക്ഷ്യമില്ലാത്തത് കൊണ്ട് ഇപ്പൊ ഇങ്ങനെ ജോലി ചെയ്യണത് എങ്ങനെയാ? ആർക്കോ വേണ്ടി ചെയ്യുന്നു, എന്തിനാ വേണ്ടി ചെയ്യുന്നു? എല്ലാ ദിവസവും പണിക്ക് പോകുന്നു, അതുകൊണ്ട് ഞാൻ പോകുന്നു, പോകല്ലാതെ വേറെ വഴിയില്ല. ആ ജോലിക്ക് പോകല്ലാതെ വേറെ വഴിയില്ല. ഇപ്പൊ കിട്ടുന്ന വരുമാനം കുറച്ചെങ്കിലും കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല എന്നുള്ളതിന്റെ പേരിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതിൽ നിന്ന് മാറിയിട്ട് എനിക്കൊരു ഐഡിയൽ ലൈഫ് ക്രിയേറ്റ് ചെയ്യണം, ബെസ്റ്റ് ലൈഫ് ക്രിയേറ്റ് ചെയ്യണം, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കണം, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം, എൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം, എനിക്കൊരു ബെസ്റ്റ് വേർഷൻ പുറത്തു കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് ഒരു ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇറങ്ങി തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ സംസാര രീതി, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ സെയിൽസ് ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ബിസിനസ് ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ്, നിങ്ങൾ ജോലി ചെയ്യുന്ന ഏത് ജോലിയാണോ ആ ജോലി ചെയ്യുന്നതിലുള്ള നിങ്ങളുടെ കഴിവ് ഏറ്റവും വേൾഡ് ക്ലാസ് ആക്കാൻ വേണ്ടിയിട്ട്, ഏറ്റവും മികച്ച രീതിയിൽ വരുമാനം ലഭിക്കുന്ന രീതിയിലേക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്തേ പറ്റൂ, അത് ഈ രൂപത്തിലേക്ക് ഡെവലപ്പ് ചെയ്തേ പറ്റൂ, അതിന് വേണ്ടിയിട്ട് ഇന്ന കോഴ്സ് പഠിച്ചേ പറ്റൂ, ഇന്ന സ്കില്ല് പഠിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിറങ്ങി തിരിച്ച് പ്ലാൻ ചെയ്ത് ആ പഠിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം എന്നുണ്ടെങ്കിൽ, ആ മോട്ടിവേഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു ശക്തമായിട്ടുള്ള ഗോൾ വേണം. ശക്തമായിട്ടുള്ള ഗോൾ അതിന് നിങ്ങളെ സഹായിക്കും. So have a goal in your life. 9ാമത്തത്, live your purpose. നിങ്ങളുടെ പർപ്പസ് നിറവേറ്റുക എന്നുള്ളതാണ്. എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്? നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? നമുക്ക് എന്തിനാ ഈ ബുദ്ധി തന്നിരിക്കുന്നത്? നമുക്ക് എന്തിനാ ഇത്ര കഴിവ് തന്നിരിക്കുന്നത്? ഈ ലോകത്ത് മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ആരാ? നമ്മളെ പോലുള്ള മനുഷ്യന്മാരാ. 2 കൈയും 2 കാലും മൂക്കുള്ള മനുഷ്യന്മാരാ. അവർക്ക് ഈ ലോകത്ത് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? വൈ വി കാൻ ഡു ഇറ്റ്? നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? നമുക്കൊരു പർപ്പസ് ഉണ്ട് ഇവിടെ. നമുക്ക് ഇത്രയും കഴിവ് തന്നു. നമ്മളൊരു ആടോ കോഴിയോ പോത്തോ പോലെ ജനിച്ചു വീണ്ട് പോകാനുള്ളതല്ല. ഇവിടെ ഈ ഒരു ലോകം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബ്യൂട്ടിഫുൾ ആക്കാനുള്ള, ബെറ്റർ ആക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ നമുക്കും ഉണ്ട്. അപ്പൊ നമ്മൾ വലിയൊരു ലക്ഷ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വലിയ ലക്ഷ്യത്തിനനുസരിച്ച് ഒരാൾ ഒരു വലിയ ബിസിനസ് കെട്ടിപ്പടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം സെറ്റ് ചെയ്യണം. അദ്ദേഹത്തിന്റെ പർപ്പസ് എന്താണ്? ആ ബിസിനസ് സെറ്റ് ചെയ്യുന്നതിലൂടെ അദ്ദേഹം ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നു. അദ്ദേഹം ഒരുപാട് പേരുടെ ലൈഫിൽ എന്ത് ചെയ്യുന്നു? വരുമാനത്തിന് വഴിയുണ്ടാക്കുന്നു. യെസ്. അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. വലിയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരാൾ ഒരു സയന്റിസ്റ്റ് ആവാൻ ലക്ഷ്യം സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. അദ്ദേഹം കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിന് നന്മയുള്ള കാര്യങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ലക്ഷ്യം നിറവേറ്റി. ഞാൻ ഒരുപാട് പേർക്ക് ക്ലാസ് കൊടുക്കണം, ഒരുപാട് പേരുടെ ലൈഫ് മാറ്റിമറിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ക്ലാസ്സുകൾ ഇത്രയും ആൾക്കാരുടെ ജീവിതം മാറ്റിമറിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം എനിക്ക് സെറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്ലാസ് എടുക്കുന്നതിലൂടെ ഞാൻ എൻ്റെ പർപ്പസ് നിറവേറ്റുന്നു. ബിക്കോസ് ഐ ആം ഗുഡ് അറ്റ് ദിസ്. ഞാൻ ഇതിൽ കഴിവുള്ള ഒരാളാണ്. എൻ്റെ പർപ്പസ് എനിക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തം ഇതാണ്. എൻ്റെ ആത്മീയത ഇതാണ്. നിങ്ങളുടെ ആത്മീയത എന്താണ്? വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവണം നമുക്ക്. ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈഫ് നയിക്കാൻ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക. To live your purpose and to live an exciting life. ലക്ഷ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് കൂടെ നമുക്ക് കുറെ ചാലഞ്ചുകൾ ഉണ്ടാകും, കുറെ മറികടക്കേണ്ട, കുറെ ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. എപ്പോഴാണ് ലൈഫ് എക്സൈറ്റിംഗ് ആവുന്നത്? ഒരു വീഡിയോ ഗെയിം കളിക്കുമ്പോൾ അതിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. കാരണം അതിന് ഓരോ ലെവലുകളുണ്ട്. ഓരോ ലെവലുകളിലും കുറെ ചാലഞ്ചുകൾ ഉണ്ടാവും. നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് ചാലഞ്ചോ കാര്യങ്ങളോ സംഗതികളോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല പലരും. അപ്പൊ എക്സൈറ്റ്മെന്റ് നമുക്ക് ലൈഫിൽ വരാൻ നമ്മളായിട്ട് പ്രോ ആക്റ്റീവായിട്ട് ഗോളുകൾ സെറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ഗോളുകൾ പ്രോ ആക്റ്റീവായിട്ട് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങളായിട്ട് ജീവിതം കുറെ സംഗതികൾ കൊണ്ടുതരും. അതൊരു എക്സൈറ്റിംഗ് ലൈഫ് തരും. ചിലർക്ക് അത് എക്സൈറ്റിംഗ് ആവില്ല, ആങ്സൈറ്റി ആയിരിക്കും തരും. അപ്പൊ ടു ഹാവ് എൻ എക്സൈറ്റിംഗ് ലൈഫ്, ഒരു ആങ്സൈറ്റി ഉള്ള ലൈഫിന് പകരം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോ ആക്റ്റീവായിട്ട് ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ പോകുമ്പോൾ നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മൾ സേഫ് ആയിരിക്കും, സുരക്ഷിതമായിരിക്കും. നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകും. നമ്മൾ കുറച്ചുകൂടെ സേഫ്റ്റി ഫീൽ ചെയ്യും. നമുക്ക് കുറച്ചുകൂടെ എന്താ വെച്ചാൽ നമ്മുടെ കാര്യങ്ങളുടെ ഒരു കൺട്രോൾ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ എന്താ വെച്ചാൽ ഒരു ഹാപ്പിനെസ്സും സമാധാനവും എക്സൈറ്റ്മെന്റും ഉള്ള ഒരു ലൈഫിലേക്ക് പോകാൻ പറ്റും. മറിച്ച് അതൊന്നും ചെയ്യാതിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും, സാമ്പത്തിക പ്രതിസന്ധികൾ വരാൻ തുടങ്ങും. നമ്മളായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കം ടു യു ആസ് പ്രോബ്ലംസ്.
ആൻഡ് ദെൻ ദാറ്റ് ക്രിയേറ്റ് ആങ്സൈറ്റി. ഒരു ആങ്സൈറ്റി നിറഞ്ഞിട്ടുള്ള ലൈഫല്ല വേണ്ടത്, ഒരു എക്സൈറ്റ്മെന്റ് നിറഞ്ഞിട്ടുള്ള ലൈഫാണ് വേണ്ടത്. ഗോളുകൾ സെറ്റ് ചെയ്യുക, ആ ഓരോ ഗോളുകളും മറികടക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ആ ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിയും കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ചാലഞ്ചസ് മുന്നിൽ വരുമ്പോൾ ആ ചാലഞ്ചസിനെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് പോസിറ്റീവായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇറങ്ങിത്തിരിച്ച് പ്രവർത്തിക്കുമ്പോൾ we can have an exciting life. So to live an exciting life, you have to write down your goals. Hello? Am I clear? Clear ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? So write down your goals. Go out there. Was it useful? ഒന്ന് കണ്ണ് തുറന്നോ? ഒന്ന് മനസ്സ് തുറന്നോ? എന്തുകൊണ്ട് ഗോൾ സെറ്റ് ചെയ്യണം? ഇനിയെങ്കിലും ചെയ്യാൻ പറ്റുമോ? അക്ബർ, താങ്ക് യു സോ മച്ച്. നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യുക എന്നുള്ളത് ഇതൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടതാ. വീണ്ടും നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യുക, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. I just want to help you to transform your life. Okay? And change your life in a better way. അപ്പൊ നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാരെ നമ്മളുടെ ഈ ഒരു ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഡെപ്തിൽ പഠിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇൻ ഡെപ്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 കോഴ്സ് അവൈലബിൾ ആണ്. ഒന്ന് നിങ്ങൾക്ക് എന്താ വെച്ചാൽ നമ്മളുടെ ഒരു മൈൻഡ് പവർ കോഴ്സ് ഉണ്ട്, 1999 രൂപയാണ്. അത് റെക്കോർഡഡ് ആയിട്ടുള്ള കോഴ്സാണ്. ടോട്ടൽ ലൈഫ് ട്രാൻസ്ഫോർമേഷനും ടോട്ടൽ ലൈഫ് ഗോൾ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ഫാമിലി ലൈഫ്, നിങ്ങളുടെ കരിയർ ലൈഫ്, നിങ്ങളുടെ വെൽത്ത്, നിങ്ങളുടെ ബിസിനസ് ലൈഫ്, ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്ന, മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യുന്ന, നിങ്ങളുടെ ടോട്ടൽ നിങ്ങളുടെ മൈൻഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന കോഴ്സ് ഉണ്ട്. ഇതിന് പുറമെ ഒരു 5 days ലൈവ് പ്രോഗ്രാം, അത് വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന 499 രൂപയുള്ളൂ. ഇന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് മടി മാറാനും നീട്ടിവെക്കുന്ന സ്വഭാവം ഒഴിവാക്കാനും ലൈഫിൽ ഒരു വ്യക്തമായിട്ടുള്ള പ്ലാനും ഗോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ലൈഫിന്റെ ട്രാക്ക് പെട്ടെന്ന് തിരിച്ചു പിടിക്കണം. ഒരു 5 days കൊണ്ട് എന്റെ ലൈഫിന്റെ കൺട്രോൾ തിരിച്ചു പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ കം ആൻഡ് ജോയിൻ ഫോർ ദാറ്റ്. 499 രൂപയുള്ളൂ. ജസ്റ്റ് ഗോ, കം ആൻഡ് ജോയിൻ ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, ഇറ്റ് വിൽ ബി റിയലി യൂസ്ഫുൾ ഫോർ യു. സോ രജിസ്റ്റേർഡ് ആണ്, അഭിലാഷ് പറയുന്നു രജിസ്റ്റേർഡ് ആണ്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? ഞാനിവിടെ പറയുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 499 രൂപ നിങ്ങൾ മെസ്സേജ് ഇതായിട്ട് അയക്കേട്ടോ. 8086887775 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? മെസ്സേജ് അയക്കുക, പേയ്മെന്റ് അയക്കുക, ഗൂഗിൾ പേ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? അതിന്റെ സ്ക്രീൻഷോട്ട് അതിലേക്ക് സെൻഡ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ രജിസ്റ്ററിങ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടുഡേസ് പ്രോഗ്രാം. ഈ പ്രോഗ്രാമിലേക്ക് ഇന്നത്തെ സെഷനിലേക്ക് എത്തിയതിന്, ഇന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ നൽകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ആൻഡ് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ടീം മെമ്പേഴ്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സ്. അതേപോലെ തന്നെ ഇന്ന് നമ്മളുടെ CC ട്രെയിനിങ് ഉണ്ട്, കോഴ്സ് കൗൺസിലേഴ്സ് ട്രെയിനിങ് ഉണ്ട്. അതിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക? വെയിറ്റ് ചെയ്യുക. ഇന്ന് വൈകുന്നേരം 7:30 നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ CC ആയിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, അതായത് നമ്മുടെ കോഴ്സുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും അതേപോലെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് വേണ്ട ലീഡർഷിപ്പ് ട്രെയിനിങ്, സെയിൽസ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ നൽകുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും? അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഗ്രൂപ്പിൽ വരും. ആ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം? നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, നമ്മുടെ ടീമിന്റെ ഭാഗമാവും. എൻ്റെ അടുത്തുള്ള നേരിട്ടുള്ള കോച്ചിങ്ങും ഗൈഡൻസും കാര്യങ്ങളും മെന്ററിങ്ങും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ഗെറ്റ് ദോസ് കൈൻഡ് ഓഫ് തിങ്സ് ആൻഡ് ടു ചേഞ്ച് യുവർ ലൈഫ് ഇൻ എ ബെറ്റർ വേ ആൻഡ് ടു ഏൺ extra income, we can work together and plan something. And thank you so much for joining. Anyway, ഇന്നത്തെ സെഷൻ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. Then we can wind up. Hello, how was today's session? Unmute ചെയ്തിട്ട് പറയാം. എങ്ങനെയുണ്ടായിരുന്നു? യൂസ്ഫുൾ ആയിരുന്നോ? മനസ്സിലേക്ക് വന്നിട്ടുള്ള ഒരൊറ്റ തോട്ട് പറയാവോ? എന്താണ് നിങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത്? എന്ത് തീരുമാനമാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്? കമന്റ് ചെയ്തേ. എന്ത് തീരുമാനമാണ് ഇന്ന് എടുത്തിരിക്കുന്നത്? ഇന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ഒരു ഒറ്റ മെസ്സേജ് ഉണ്ടാവും, പവർഫുൾ ആയിട്ടുള്ള, മനസ്സിലേക്ക് ഇങ്ങനെ കത്തി നിൽക്കുന്ന മെസ്സേജ് കുറെ ഉണ്ടാവും. അതിൽ ഏറ്റവും ഒരെണ്ണം എഴുതാം. ഒന്ന് കമന്റ് ചെയ്യാവോ? എന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഹലോ, യെസ്, റൈറ്റ് ഡൗൺ. മടി പിടിക്കല്ലേ? ഹലോ, ജസ്റ്റ് കമന്റ്. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ കമന്റ്സ്.
ഹലോ, വാട്ട് വാസ് ദാറ്റ് വൺ ഡിസിഷൻ? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇന്നത്തെ സെഷനിൽ നിന്ന് എടുത്തിട്ടുള്ള വൺ ഡിസിഷൻ എന്താ? അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം? ഗോളുകൾ എഴുതി വെക്കണമെന്നാണോ, അതല്ല എന്തെങ്കിലും മനസ്സിലേക്ക് വന്ന ഒരൊറ്റ പോയിന്റ്, സിംഗിൾ പോയിന്റ്? യെസ്, ചില ആൾക്കാർ ചാറ്റ് ചെയ്യുന്നുണ്ട്. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ചാറ്റ്സ്. ഹലോ, ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. എനിവേ, വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹോപ്പ് എവറിബഡി ഈസ് ഹാവിങ് എ ഗ്രേറ്റ് ഡേ. ചില ആൾക്കാർ നല്ല തിരക്കിലാണെന്ന് തോന്നുന്നു. ചില ആൾക്കാർക്ക് ഇപ്പോഴും നല്ല മടിയാണ്, ഒരു കാര്യം എഴുതാൻ വരെ മടിയാണ്. ഓക്കെ, നിങ്ങളെ കുറിച്ചല്ല കേട്ടോ, മടിയന്മാരെ കുറിച്ചാണ്, എഴുതാത്തവരെ കുറിച്ചാണ് പറയുന്നത്, എഴുതുന്നവരെ കുറിച്ചല്ല. ഓക്കെ, റെസ്പോൺസ് ഹായ് സർ. പറഞ്ഞോളൂ, എന്താണ് ഇന്നത്തെ ഡിസിഷൻ? അതെ, ഞാനായിരുന്നു കമന്റ് ചെയ്തിരുന്നത്. ഇതുപോലുള്ള സെഷൻസ് കേൾക്കുമ്പോൾ നമുക്ക് ഗോൾ എഴുതണം, അല്ലെങ്കിൽ ആ സമയത്ത് ബുക്ക് എടുത്തിട്ട് ഗോൾ എഴുതും, പക്ഷെ പിന്നീട് അങ്ങോട്ട് നോക്കാത്ത ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത്. അത് എഴുതിയല്ലോ, ഇനി അത് വന്നോളും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് ഉണ്ടാവുക. ഇപ്പോഴാണ് സാറ് പറഞ്ഞപ്പോൾ ഒന്നും കൂടി ക്ലാരിറ്റി കിട്ടി. അതായത് നമ്മൾ ഡെയിലി അതിനെ വായിക്കണം, നോക്കണം, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ടു ഡു ലിസ്റ്റ് പോലെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഇപ്പോഴും എനിക്കുള്ളൊരു ഡൗട്ട്, നമ്മളിപ്പോ എനിക്കൊരു വീട് വേണം, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വീട് വേണം എന്നതാണ് എന്റെ ഗോൾ എങ്കിൽ, നമ്മളിപ്പോ ഡെയിലി അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്നിപ്പോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോ ഇല്ലാത്ത ദിവസം നമ്മൾ എങ്ങനെ അതിനെ എഴുതും? അല്ല, ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ആ വീട് വേണം എന്നുള്ള കാര്യം ഒരു പ്രാവശ്യം കൂടി എഴുതുക. എല്ലാ ദിവസവും ഒരു 4, 5, 10, 15 തവണ തന്നെ ആ വീട് എങ്ങനെ വേണ്ടെന്നുള്ളതിനെ കുറിച്ച് വീണ്ടും എഴുതാം. ഒരു പേപ്പറിൽ എടുത്തിട്ട് ചുമ്മാ എഴുതാം. സെയിം കാര്യങ്ങൾ എഴുതുമ്പോൾ കൂടുതൽ ക്ലാരിറ്റി വരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതൊരു എക്സസൈസ് ആണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷനിൽ പ്രാക്ടീസ് ചെയ്യാം. എവറി ഡേ യു ക്യാൻ ഡു സംതിങ്. അത് എന്താ പറയുക, ഈ പറഞ്ഞ രൂപത്തിൽ ഈ ഗോളുകൾ വീണ്ടും വീണ്ടും എഴുതാം. ഒരു പുതിയൊരു പേജ് എടുത്തിട്ട് വീണ്ടും ആ ഗോള് തന്നെ എഴുതുക. അപ്പൊ ഒരു പുതിയൊരു ഐഡിയ വരും. അതിൽ ഇങ്ങനെ ഒരു വാതിൽ വെക്കാം. ഓക്കെ, അപ്പൊ ഞാൻ അതിൽ ഇങ്ങനെ ഒരു വാതിൽ, ജസ്റ്റ് റൈറ്റ് ഡൗൺ. നിങ്ങളുടെ ഗോൾ ഒന്നും കൂടി ക്ലാരിറ്റി കൂടി വരും. അതിൽ മാറ്റങ്ങളും സംഗതികളും ഒക്കെ സംഭവിക്കും. പക്ഷെ കുറച്ചുകൂടെ ബെറ്ററായി വരും. എവറി ഡേ കോൺട്രിബ്യൂട്ട്, എവറി ഡേ റൈറ്റ് ഡൗൺ. എന്താ സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ആ എഴുതുന്നതിലൂടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് ഈ ഗോള് ആഴ്ന്നിറങ്ങി സ്ട്രോങ് ആയി വേറെ ഒന്നും ചിന്തിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തും. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, മറന്നു പോവാണ്, ശ്രദ്ധ വിട്ടു പോവാണ്, അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും. എവറി ഡേ. ഓക്കെ, വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്. ഞാൻ ഗോൾ സെറ്റ് ചെയ്തു. ഒന്നും കൂടി ഓക്കെ, ഇവിടെ കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഞാൻ ആ കമന്റുകൾ റൈറ്റ് ഡൗൺ. ഓക്കെ, ഞാൻ ഇവിടെ വായിക്കട്ടെ. ഐ വാണ്ട് ടു ചേഞ്ച്. ഓക്കെ, ഐ വാണ്ട് ടു റൈറ്റ് മൈ ഗോൾ. ഞാൻ മാറണം എന്ന തീരുമാനമെടുത്തു. ജാസി പറയുന്നു ഐ വാണ്ട് ടു റൈറ്റ് മൈ ഗോൾ. ഗോളുകൾ എഴുതണം എന്നുള്ളത് ഫാത്തിമ തീരുമാനിച്ചു. ഫൈസി പറയുന്നു ഗോൾ സെറ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചു. രജിനി പറയുന്നു ഗോളുകൾ എഴുതി വെക്കണം. ഓക്കെ, ഐ വാണ്ട് റൈറ്റ് മൈ ഗോൾ. ജാസി ഓക്കെ, ബി ദ ബെസ്റ്റ് ഓഫ് മൈൻഡ്. എന്റെ ബെസ്റ്റ് വേർഷനായി മാറണം. അഭിലാഷ് മുത്തരത്ത് പറയുന്നു റൈറ്റ് ഗോൾ എഴുതണം എന്നുള്ളത് MC. ഓക്കെ, ഞാൻ തങ്കച്ചൻ സാർ പറയുന്നു എന്താണ്, ഞാൻ ഗോൾ സെറ്റ് ചെയ്തു. ഓക്കെ, താങ്ക് യു. ഐ ഡിസൈഡ് ടു സെറ്റ് ഗോൾ. റൊമൈസ പറയുന്നു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. മൈ ഗോൾ ഷുഡ് ബി റിട്ടൺ ഡൗൺ ആൻഡ് ഫോക്കസ് ഓൺ ഇറ്റ്. വെരി ഗുഡ് അക്കുബ്. അപ്പൊ നിങ്ങൾ ഗോൾ അച്ചീവ് ചെയ്യും എന്ന് തീരുമാനിച്ചു. ഐ ക്യാൻ, എന്നെ കൊണ്ട് പറ്റും എന്ന് തീരുമാനമെടുത്തു. സൗദ പറയുന്നു ഒന്നുകൂടി ഡിസ്പ്ലേ ആവണം. ജസീറ ഭാവി ഒന്നുകൂടെ ഡിസ്പ്ലേ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഒന്നുകൂടെ എഴുതി വെക്കണം, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം എന്നായിരിക്കും ജസീറ ഉദ്ദേശിച്ചത്. ഓക്കെ, വിഷൻ ബോർഡ്, വിഷൻ MDRT അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു തങ്കജൻ സാർ. ഗോൾ സെറ്റിംഗ് ഇന്ന് മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു സുമിത്ര രാജീവ്. റൈറ്റ് ഡൗൺ എ പെർഫെക്റ്റ് ഡേ ഷീന പറയുന്നു. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഇത്രയും ആൾക്കാർ കമന്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് ദാറ്റ് ഈസ് എ വെരി ഗിഫ്റ്റ്. ഐ എം വെരി ഹാപ്പി ടു റീഡ് ദാറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ പീപ്പിൾ ഹു ഹാവ് റിട്ടൺ. എഴുതാത്തവരെന്ത്, നിങ്ങൾ നിങ്ങളുടെ ബുക്ക് എടുത്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ഗോളുകൾ എഴുതുക. പ്ലീസ് സിറ്റ് വിത്ത് യുവർ സെൽഫ്. ടൈം കൊടുക്കുക, 1 മണിക്കൂർ 2 മണിക്കൂർ ടൈം എടുത്ത് എഴുതൂ കേട്ടോ. എനിക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുണ്ട്. ഹലോ, പറഞ്ഞോളൂ. ജാസിറ. ജാസിറ ഞാൻ പറഞ്ഞോളൂ. പറയാൻ എന്താ വെച്ചാൽ
കുറെ കാലമായിട്ട് എന്റെ അടുത്ത് വിട്ടുപോയ കുറെ കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഈ പറഞ്ഞ പോലെ ഡയലി ഇതൊക്കെ എഴുതി വെക്കുന്ന ആളും വൈകുന്നേരം നോക്കി എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ടിക്ക് ചെയ്ത് പിറ്റേ ദിവസം അത് കറക്റ്റ് ചെയ്ത് അങ്ങനെ പോണ ഒരാളായിരുന്നു കുറച്ച് മുമ്പ്. അതുകൊണ്ട് എനിക്ക് കുറെ Okay. സമയം ഉണ്ടായിരുന്നു. ടൈം കറക്റ്റ് മാനേജ് ചെയ്ത് പോയതുകൊണ്ട് കുറെ കാര്യങ്ങൾ ഉം. ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും ചോദിക്കുന്നത് അതായിരുന്നു, നിനക്ക് എവിടുന്ന് എത്രയധികം സമയം ഇതൊക്കെ എങ്ങനെ നീ ചെയ്യാ മാനേജ് ചെയ്യാന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നത്. പക്ഷെ എന്റെ ലൈഫിൽ Okay. ഒരു ക്രൈസിസ് വന്നതോടുകൂടി എല്ലാം തകിടം മറിഞ്ഞു പോയി. പിന്നെ എനിക്ക് ആ കുഴിയിൽ നിന്ന് ഇങ്ങോട്ട് പൊങ്ങാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. കഴിഞ്ഞ 2010 തൊട്ട് ഞാൻ ആ കുഴിയിലായിരുന്നു. ഉം. അങ്ങനെ അതിൽ നിന്ന് പോരണം എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഇതാ. അങ്ങനെയാണ് ഞാൻ EFT വന്നത്. EFT വന്ന് അഡ്വാൻസ് ഉം. ചെയ്തു, സാറിന് അറിയാലോ. പക്ഷെ കുറെ ഒക്കെ അറിയാം. അന്ന് റെഡി ആയി. പക്ഷെ ഫുള്ളായിട്ടൊന്നും അപ്പോഴും എനിക്ക് മെയിനായിട്ട് എനിക്ക് ഇല്ലാതുണ്ടായിരുന്നത്, ഞാൻ ഏർലി മോർണിംഗ് 4 മണിക്ക് എഴുന്നേൽക്കുന്ന ആളായിരുന്നു. അതാണ് എന്റെ കയ്യിൽ നിന്ന് ഫസ്റ്റ് പോയത്. 4 Okay. മണിക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല. പകല് ഫുൾ എനിക്ക് ഉറങ്ങണം എന്നുള്ളൊരു ഇതുണ്ടാവും. പക്ഷെ മടി ഉണ്ടാവും, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ട് രാത്രി ഒരു 9 മണിയാകുമ്പോഴാണ് ഞാൻ പൊതുവെ ആക്റ്റീവ് ആവുക. എന്നിട്ട് പിന്നെ 9 മണി മുതൽ 1 മണി 2 മണി വരെയാണ് എന്റെ വർക്ക് ഫുള്ള് നടക്കുക. അതുകൊണ്ട് തന്നെ Okay. രാവിലെ നീക്കാനും കഴിയില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിലൂടെ ആയിരുന്നു പോയിരുന്നത്. ഇപ്പൊ EFT ഉം. കഴിഞ്ഞിട്ടും അത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഉം. സാറിന്റെ മെഡിറ്റേഷനും ഈ ഒരു ഇത് മോർണിംഗ് സെഷനും ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഒരു മാസം ഏകദേശമായ ഏകദേശം ഒരു മാസമായിട്ട് എനിക്കിപ്പോ രാത്രി 9-9:30 ആകുമ്പോ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉം. രാവിലെ മോർണിംഗിന് 2:45-3 മണിയാകുമ്പോ നീക്കാൻ പറ്റണം. എന്റെ എല്ലാ കാര്യങ്ങളും റൂട്ടീനായിട്ട് എനിക്ക് അൽഹംദുലില്ലാ നല്ല രീതിയിൽ ചെയ്തു പോകാൻ പറ്റുന്നു. പകൽ കിടത്തം ഉറക്കം ആ പരിപാടികളൊക്കെ നിർത്തി. പിന്നെ എനിക്കൊരു അഡീഷൻ ഉണ്ടായിരുന്നു. ടീ എന്ന് പറഞ്ഞ സംഭവം എനിക്ക് ഭയങ്കര അഡീഷൻ ആയിരുന്നു. കാരണം ഒരു നേരം തന്നെ ഒരു 8-9 ഗ്ലാസ് ഒക്കെ ടീയാ ഞാൻ കഴിക്കുക. ഒരു റെസ്റ്റോറന്റിലൊക്കെ Okay. പോയി ഞാൻ ഒരുമിച്ച് 2 ഗ്ലാസ് 3 ഗ്ലാസ് ടീ ആണ് ഒരുമിച്ച് ഇതാകുമ്പോ അവരിങ്ങനെ നോക്കണ്ടേ. അത്രയും ഒരു ഉം. അഡീഷൻ ആയിരുന്നു. അതിന്റെ ഹെൽത്ത് ഇഷ്യൂ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു 10-15 ദിവസമായിട്ട് അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ ടീയെ കുടിക്കാതെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ. ഈ 2 സംഭവം ഇപ്പത്തെ സാറിന്റെ ഈ മെഡിറ്റേഷനും അതുപോലെ തന്നെ ഈ മോർണിംഗ് സെഷനിലെ ക്ലാസ്സുകളും അതിന് ശേഷം വന്ന മാറ്റാണ് ഉണ്ടല്ലോ. അൽഹംദുലില്ലാ. എനിക്ക് ഭയങ്കര ഇത് പറയണമെന്ന് തോന്നിയതാണ്. താങ്ക് യു സർ, ഈ ഒരു സെഷൻ Very good. Very തന്നതിനും. good. എനിക്ക് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ജസക്കല്ലാഹു ഖൈറൻ കസീർ. എല്ലാവരോടും ഇത് പറയണമെന്നില്ല, ഷെയർ ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും പറഞ്ഞത്. ഓക്കെ, Very good. താങ്ക് യു. Very good. Thank you, Jasper baby. Thank you so much. വളരെയധികം സന്തോഷം എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിൽ. എന്തായാലും ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി എന്തുകൊണ്ട് മുന്നോട്ട് പോകണം, എന്തുകൊണ്ട് തുടരണം എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ഇതാണ്. നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ഈ റിസൾട്ടുകളാണ്. തീർച്ചയായിട്ടും ഇത് എനിക്ക് ഒരു എന്താ പറയുക മോട്ടിവേഷൻ ആവട്ടെ. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് എ മോട്ടിവേഷൻ ഫോർ മീ. എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആണ് ഇങ്ങനത്തെ സ്റ്റോറീസ് നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ. തീർച്ചയായിട്ടും ഇതുപോലുള്ള സ്റ്റോറീസുള്ള ആൾക്കാർ അടുത്ത ദിവസങ്ങളിൽ വരുന്ന ദിവസങ്ങളിൽ അറിയിക്കുക. ജാസിറ പറ്റുമെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാമിൽ നടക്കുന്ന അടുത്ത ആഴ്ച നടക്കുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ശ്രമിക്കട്ടെ, മറക്കാതെ. അതായത് എന്തായാലും ജോയിൻ ചെയ്യുക. ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് കംപ്ലീറ്റ്ലി. വേറെ ലെവലിൽ ഇപ്പൊ ഉണ്ടാക്കിയ റിസൾട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അടുത്തൊരു ലെവൽ ഓഫ് എക്സൈറ്റ്മെന്റും നോളജും കോൺഫിഡൻസും ക്ലാരിറ്റിയും തരുന്ന കോഴ്സുകളും അറിവുകളും സ്കില്ലുകളും ഡെവലപ്പ് ചെയ്തെടുക്കണം. ജാസിറയുടെ സ്റ്റോറി എനിക്ക് അറിയാം. സോ ഐ വാണ്ട് യു ടു കം ബാക്ക് ലൈക്ക് എനിത്തിങ്. വളരെ സ്ട്രോങ് ആയിട്ട് കം ബാക്ക് ചെയ്യണം, തിരിച്ചു വരണം. ഇതേപോലെ ജാസിറയെ പോലെ ഒരുപാട് പേരുണ്ട്. ഡോണ്ട് വറി. നിങ്ങൾ പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോയിട്ടുണ്ടാകാം. തിരിച്ചു വരാൻ പറ്റും. ജാസിറ തിരിച്ചു വന്നതുപോലെ തിരിച്ചു വരാൻ പറ്റും. അതിനുവേണ്ട സപ്പോർട്ടും ഗൈഡൻസും കാര്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ, നമ്മുടെ ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ ഈ പ്ലാറ്റ്ഫോം കൂടെ ഉണ്ടാവും, ഈ കമ്മ്യൂണിറ്റി കൂടെ ഉണ്ടാവും. വി ഷുഡ് ബ്രിങ് ബാക്ക് എവറിത്തിങ്. അത് നിങ്ങളെ പോലെ എന്നോട് ആവശ്യമാണ്. വി ആർ ടുഗെദർ ഇൻ ദിസ്. ഓക്കെ, ഈ ഒരു പ്രോജക്റ്റ് തിരിച്ചു കൊണ്ടുവരുന്നതിലൂടെ ഞാനും ഈ ചെയ്യുന്ന പ്രവർത്തികൾ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എനിക്കും സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഐ ആൾസോ വാണ്ട് ടു കം ബാക്ക്. സോ വി ആർ ഓൾ ഗോയിങ് ടു കം ബാക്ക് ടുഗെദർ. Okay, so let's help each other, let's motivate each other, let's inspire each other, let's support each other and come back together and grow together. Thank you so much for joining. You're welcome. Okay, thank you. Great. Thank you so much. അപ്പോൾ മറക്കരുത്, 20th നടക്കുന്ന പ്രോഗ്രാമിൽ വരിക. And then it will change your life. Don't miss the program. Thank you so much. Have a great day. ശരത്, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Thank you.